നേരമായി ഒരു ട്രെയിനിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇത് വല്ലോ ഇന്ന് എത്തുമോ? എനിക്കാണ് ഉറക്കം വന്നിട്ട് വയ്യ. എനിക്കിവിടെ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. അപ്പോഴും അവിടെ ഒരു ഉറക്കം. എന്റെ ദൈവമേ, തിന്നെ ഉറങ്ങാം. ഈ രണ്ട് ഭാഗത്തല്ലാതെ നിങ്ങളുടെ വായിന്ന് വേറെ വല്ലതും വരാറുണ്ടോ? ഇല്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കാൻ പറ്റില്ല. നിനക്ക് ഈ രണ്ട് വികാരങ്ങളും ഇല്ലാന്ന് വെച്ച് ഞങ്ങൾക്കുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ഷെടാ, ഇതെവിടെ തന്നെ ആയോ? അതെ അതെ, എക്സാക്ട്ലി. പറയാനറിയാം, വാടിച്ച് മിണ്ടാതിരി. അതെ, നീ എന്നെ ഒരുപാട് പഠിപ്പിക്കാനൊന്നും വേണ്ട കേട്ടോ. എനിക്കറിയാതെ പറയാം. അത് ഒന്ന് തിരിഞ്ഞു പോയേ ഉള്ളൂ. രണ്ടുപേർക്കൊന്നും മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇത് റെയിൽവേ സ്റ്റേഷനാണ്, ചന്തയല്ല. ഓ, ഇവൻ വലിയ മാന്യനാന്ന വിചാരം. ട്രെയിൻ വന്നു, മതി വന്നേ. ഇവൻ ഏത് കമ്പാർട്ട്മെന്റിലാണോ എന്തോ കാണുന്നോ. ഹായ്, ഞാൻ അങ്ങോട്ട് വരാം. കൊറേ നേരമായി നിങ്ങൾ വന്നിട്ട്. തേങ്ങാക്കൊല, ഞങ്ങളിവിടെ എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് അറിയോ? ട്രെയിൻ ഡിലേ ആയത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ക്ഷമിക്ക് എന്റെ പൊന്നു മാധവ്. ട്രെയിൻ ഡിലേ ആയത് എങ്ങനെയെങ്കിലും സഹിക്കാം, പക്ഷെ ഇതുങ്ങളുടെ വാ തുറക്കുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. മതി മതി, ഇനി രണ്ടാമത് തുടങ്ങാൻ നിൽക്കല്ലേ. എനിക്ക് സഹിക്കാൻ വയ്യ. വാ പോവാം. അതെ പോവാം. എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല. ആദ്യം വല്ലതും തിന്നാൻ കയറാം പ്ലീസ്. So, this is Madhav and his friends. Madhav മുംബൈയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക. ആൾക്ക് 10 ദിവസത്തെ ലീവ് കിട്ടിയപ്പോ നേരെ മുംബൈയിൽ നിന്ന് ട്രെയിൻ കയറി ഇന്ന് കേരളത്തിലോട്ട് പോന്നു. അതിന്റെ സന്തോഷത്തിലാ എല്ലാവരും. അങ്ങനെ കണ്ടുകൂട്ടി അവരിപ്പതേ ഫുഡൊക്കെ തട്ടി നേരെ അവനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞെന്ത് നടക്കാൻ പോകുന്നു കാണണ്ടേ? ലെറ്റ്സ് ഗോ. നേരം വെളുത്തിട്ടും കൊതുക് കടി അങ്ങ് മാറുന്നില്ല. വീട് മാറ്റിയാലോ? വേണ്ട, പണിയാ. ഇതാരത്? എവിടെയോ നല്ല കണ്ട പരിചയം. ഇതിന്റെ മകനല്ലേ? മകനെ, മോനെ, അച്ഛനാടാ. മനുഷ്യനെ പേടിപ്പിക്കാൻ. ക്ഷമിക്ക്. നീ എന്താ ഇവിടെ കിടക്കുന്നേ? അല്ല, നീ ഇതെപ്പോ വന്നു? തുള്ളപ്പടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്. ഞാൻ ഇന്നലെ പാതിരാത്രി 3 മണിക്ക് ഇവിടെ എത്തി. എത്ര പ്രാവശ്യം ഫോണിൽ വിളിച്ച്, എത്ര പ്രാവശ്യം ഡോറിൽ മുട്ടി. ഒന്ന് നോക്കിക്കൂടെടോ? അത് പിന്നെ ഞാൻ കേട്ടില്ല മോനെ, ഒന്ന് ക്ഷമിക്ക്. നീ വാ, അത് തൊട്ടോ. എന്റെ കൊച്ചാകെ ക്ഷീണിച്ചു പോയി. ഇല്ല, പിന്നെ മനുഷ്യൻ കൊതുക് കടി കൊണ്ട് ഉറങ്ങിയിട്ടില്ല. ഒന്ന് ഉറങ്ങി തുടങ്ങുമ്പോഴത്തേക്കും ദേ വന്ന് നിൽക്കുന്നു മരഭൂതം പോലെ. ഓ, ഒന്ന് പോയടാ. പറയുന്ന കേട്ടതൊന്നും ഞാനാ നിന്റെ ഉറക്കം കളയുന്നു. അല്ല, നീ എന്താ വരുന്ന കാര്യം വിളിച്ചു പറയാതിരുന്നേ? ഞാനൊന്ന് സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചതാ. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒന്നും വിചാരിച്ചില്ലല്ലോ. സാരില്ല, എന്തായാലും സർപ്രൈസ് ആയില്ലേ? പിന്നെ നല്ലോണം സർപ്രൈസ് ആയി. ഞാൻ വല്ല കളഞ്ഞോണോന്ന് വിചാരിച്ചു തലക്കരിക്കാൻ നിന്നാ ഭാഗ്യം. എന്തായാലും എന്റെ പൊന്നുമോ ചെന്ന് കുളിച്ചിട്ട് വന്നേ. നാറിയിട്ട് വയ്യ. അച്ഛാ, അച്ഛാ, എന്റെ റൂമിലെ ഷവർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അയ്യോ, അതിന്റെ കാര്യം ഞാനങ്ങ് മറന്നു. ഒരാഴ്ച ഏതൊന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. മോനെ, നീ ആ പ്ലംബർ രാജത്തെ ഒന്ന് വിളിച്ചടാ. ശരി, നമ്പർ പറഞ്ഞേ. മോനെ, നിന്റെ ഫോണിൽ നിന്ന് വിളിക്കണേ. എന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഇതിപ്പാര ഇത്ര നേരത്തെ? അങ്കിൾ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാണ്. ബെസ്റ്റ്. ഞാൻ ഇവിടെ റെസ്റ്റോറന്റ് നടത്തുവാണല്ലോ.
അങ്ങനല്ല അങ്കിൾ, അങ്കിളുടെ ഫുഡ് വേൾഡ് ഫേമസ് ആണെന്നാണല്ലോ കേട്ടത്. നിർത്ത്. കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇമാതിരി ഒന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇന്നെന്താ ഒരു സ്പെഷ്യാലിറ്റി? അങ്കിളെ സോപ്പ്. ആഹാ, ഇതെന്താ സോപ്പ് ഇടാനൊക്കെ ആയിട്ടാ? അങ്കിൾ ഇഗ്നോർ ദാറ്റ്. അങ്കിളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി അവരങ്ങനെ പലതും പറയും. വെറുതെ അല്ല, ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ച കുറച്ച് ഫുഡൊന്നും കാണുന്നില്ല. തൂക്കി പിടിച്ച് അത് പിന്നെ അങ്കിൾ, നമ്മൾ അതൊക്കെ എന്തെങ്കിലും നോക്കണേ. നമ്മൾ ഈ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് തരുമല്ലേ. അങ്ങനെയാണേലേ ആ തിന്ന പാത്രങ്ങളോട് കഴുകി ക്ലീൻ ആക്കി തരുവാണെങ്കിൽ സൗകര്യമായേനെ. അത് പിന്നെ മാധവേ വിളിച്ചോ, നീ ദേ വരുന്നു. അവൾ എസ്കേപ്പ് ആയി. അല്ലെങ്കിൽ മാധവയുടെ ദേ കുറച്ചു മുന്നേ പ്ലംബറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ മേലെ കയറി പോയത്. അവിടെ ഉണ്ടാവും. ഓക്കെ അങ്കിൾ, ഞാൻ നോക്കട്ടെ. മാധവ് ഇവരെന്താടാ അനങ്ങാത്തെ? മാധവ് ഗോഡ്, നിങ്ങളായിരുന്നോ? താങ്കൾ ഇത് ഏത് സ്വപ്ന ലോകത്താ മോനെ? അതൊന്നുമല്ല. അല്ല, എല്ലാരും ഒന്ന് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഇവിടെ എത്തിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ഞാൻ വീടെത്തി കുളിച്ചിട്ട് പോലുമില്ല. അപ്പത്തേക്ക് എന്ത് കാര്യമാണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട്? പോരാ, കുളിക്കലൊക്കെ പിന്നെ ആവാം, ഇത് അതുക്കും മേലെ. പിന്നെ ആകാശം ഒന്നും ഇടിഞ്ഞു വീണിട്ടില്ലല്ലോ. മച്ച് വേഴ്സ്. Yes, Madhav, Nevin is getting married. Oh, congrats to him. Go and attend the marriage. ബിരിയാണി തിന്നു വരൂ. ഇതിലിപ്പോ എന്താ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട്? മാധവ്, അപ്പം വേറൊരാളെ കല്യാണം കഴിക്കാൻ പോവാ? Yeah, that's how marriage works. ഇതിലിപ്പോ എന്താ? ഗൈസ് വെയിറ്റ്, നമ്മൾ അവനോട് കാര്യം പറഞ്ഞിട്ടില്ല. മാധവ്, നിനക്ക് നെവിനെ അറിയില്ലല്ലോ? No? Okay, so listen properly. Nevin loves Vida and Vida loves Nevin. What? Patu, നീയോ? സോറി, ആർക്കും അറിയില്ലായിരുന്നു. My God, ഇതൊക്കെ ഏതിന്റെ ഇടയില്? അതന്നെ ഞങ്ങളെന്നെ അറിഞ്ഞത് ഇന്നലെയാ. നിന്നെ ഇവിടെ നിന്ന് കൊണ്ടാക്കി തിരിച്ചു പോകുന്ന വഴിയില് അവൻ എന്തോ വിളിക്കുന്നു കല്യാണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവളെ കണ്ടപ്പോ കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. എന്നിട്ട് എന്ത് ചെയ്യാനാ? വി സ്റ്റോപ്പ് ദ വെഡിങ്. എങ്ങനെ? ഐ ഡോണ്ട് നോ. എടാ, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, പറയട്ടെ? എന്താ പറയ്? വി കിഡ്നാപ്പ് ദ ഗ്രൂം. Wait, what? എക്സ്ക്യൂസ് മീ? യെസ്, നമുക്ക് തട്ടിക്കൊണ്ട് വരാന്നേ. മോനെ, ഇത് സിനിമ അല്ല, കേട്ടല്ലോ. മറ്റന്നാ കല്യാണവും വെച്ചിട്ട് ഇതല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. അതും ശരിയാ. അപ്പൊ പിന്നെ തട്ടിക്കൊണ്ടുവരാം. Are you all mentally stable? എനിക്കറിയില്ല, ഞാനിപ്പോ ഇമോഷണലി അൺസ്റ്റേബിളാ. പ്ലീസ് മാധവ്, എങ്ങനെയല്ലേ ഹെൽപ്പ് ചെയ്യും. അഭയ് പറഞ്ഞ കിഡ്നാപ്പിംഗ് കിഡ്നാപ്പ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാലോ. ഗൈസ്, ദിസ് ഇസ് ഇല്ലീഗൽ. ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ലവില് ലീഗൽ ഒന്നുമില്ല. നമ്മളിത് ചെയ്യുന്നു, അത്ര തന്നെ. അതെ, നമ്മൾ ഡീസന്റായി കിഡ്നാപ്പ് ചെയ്യുന്നു, വരുന്നു. ഗോഡ്. അല്ല, അപ്പോ ആ ബ്രൈഡോ? അതാരൊന്നും അറിയില്ല. മേ ബി ഗൂഗിൾ ചെയ്ത് നോക്കിയേ കിട്ടൂ. Nonsense. Okay, so you guys are asking me to commit a crime. Exactly. Seriously? Friendship level check. എങ്ങാനും പോലീസ് വിളിച്ചാൽ? നിനക്കൊരു ലോയർ ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവൻ ഹെൽപ്പ് ചെയ്യില്ലേ? എന്റെ പാപ്പു, അവൻ അമേരിക്കയിലെ ലോയറാ. Whatever. മാധവ്, പാത്തുവിന് അവന് ഭയങ്കര ഇഷ്ടം. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എനിക്ക് മാത്രല്ല, അവനും അങ്ങനെ. അവിടുന്ന് അവൻ അനങ്ങാതെ പിടിച്ച് നിർത്തിയേക്കുക വീട്ടുകാര്. എന്തെങ്കിലും ചെയ്യണം. അപ്പോ പ്ലാൻ എന്താ? സോ ഓപ്പറേഷൻ കിഡ്നാപ്പിംഗ് ഗ്രൂം. Step 1, observe. Step 2, distract family. Step 3, groom disappears. And Step 4, jail. മാധവ്, റിലാക്സ്. നമ്മൾ സെറ്റാക്കും. നിന്റെ സെക്കൻഡ് നമ്മൾ കൊണ്ടുവരും. സോ എല്ലാം പറഞ്ഞ പോലെ. അപ്പോ നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ അവനെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നു. അത് പറഞ്ഞപ്പോഴാ ഈ ചെറുക്കന്റെ വീട് എവിടാ? അപ്പേ പറയ്. നീ പറയ്. എന്താ, നിങ്ങൾക്കിനി പ്ലേസും അറിയില്ലേ?
അറിയാം. പത്തു പത്ത് പറയും. അത് പിന്നെ മാധവ് ഈ മുംബൈ ഏത് മുംബൈ? ആകപ്പാടെ ഒരു മുംബൈയല്ലേ ഉള്ളൂ. ഈ പറഞ്ഞ മുംബൈ നിന്നല്ലേ ഇന്ന് രാവിലെ ഞാൻ കെട്ടിയെടുത്തത്. അതേലോ അറിയാം. 24 മണിക്കൂർ ഞാൻ ആ ട്രെയിനിലിരുന്ന് നടുവേദന പോലും പോയിട്ടില്ല. എന്തിന് വീട്ടിൽ കയറി കുളിച്ചിട്ട് പോലുമില്ല. അപ്പത്തേക്കും ദേ പറയുന്നു തിരിച്ച് മുംബൈയിലോട്ട് പോണോന്ന്. അത് പിന്നെ സർപ്രൈസ് ട്രിപ്പ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞത് നീ ഇവിടെ എത്തി കഴിഞ്ഞിട്ടല്ലേ. I hate you all. Love you too. അച്ഛാ, ഞാൻ ഒരു ചെറിയൊരു ട്രിപ്പ് പോയിട്ട് വരാം. ട്രിപ്പോ? എവിടെ? മുംബൈ. മുംബൈയോ? നീ ഇന്ന് കാലത്ത് എവിടുന്ന വന്നേ? മുംബൈ. ഇപ്പൊ പോകുന്നത് എവിടേക്കാ? മുംബൈ. തലക്കോളമൊന്നും ഇല്ലല്ലോ. അത് പിന്നെ അച്ഛാ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാ, അതുകൊണ്ടാ. ഇതുങ്ങളും വരുന്നുണ്ടോ? വരുന്നുണ്ട്. ഓക്കെ. അല്ല, ഇതെന്താ ഇത്ര പെട്ടെന്നൊക്കെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്ന, അതും മുംബൈയിലോട്ട്? അത് പിന്നെ ഞങ്ങൾ ചെറിയൊരു കിഡ്നി ഹോസ്പിറ്റൽ വിസിറ്റ്. കിഡ്നി ഹോസ്പിറ്റലിലേക്കോ? ഇവിടെ ഒന്നും ഇല്ലാതാണ് മുംബൈ വരെ പോകുന്നത്? അല്ല, നിങ്ങളിൽ ആർക്കും അസുഖം? അയ്യോ അങ്കിൾ, ഞങ്ങൾക്കാർക്കും അസുഖമില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കിഡ്നി ഹോസ്പിറ്റലിലുണ്ട്. ആളെ കാണാൻ വേണ്ടി പോവാ. നിങ്ങൾ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് കഷ്ടമുണ്ട്. ചെറിയൊരു കള്ളത്തരം മണക്കുന്നു. എന്തായാലും പോയിട്ട് വാ. താങ്ക് യു അച്ഛാ. ഗോഡ്, ഒരു ദിവസം മുന്നേ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വരാൻ നേരം നിനക്ക് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചൂടാ മാധവ്. ഒരാളെ താമസിക്കുന്ന വീട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. കുറച്ച് സഹിക്കാൻ അങ്ങോട്ട്. അത്രയ്ക്ക് കഷ്ടമുണ്ടെങ്കിൽ വേണേ ഒന്ന് വൃത്തിയാക്കി തന്നാ സൗകര്യമായി. ഒന്ന് പോടാ. എനിക്ക് പേടിയാവുന്നു. മറ്റന്നാളാണ് മാരേജ്. ഓ യെസ്, നാളെ കഴിഞ്ഞ മാരേജാ. നാളെ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഒന്നിലെല്ലാം ഒരു ലവ് സ്റ്റോറി ചെയ്തേ, അല്ലെങ്കിൽ നാളെണ്ണം ജയിലിൽ കിടക്കും. ഏയ് റിലാക്സ്, നമ്മൾ സ്മാർട്ട് ആയിട്ട് പ്ലാൻ ചെയ്യും. യെസ്, ജസ്റ്റ് ലൈക്ക് പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ്. നിങ്ങൾ രണ്ടും പ്രൊഫഷണൽ ട്രബിൾ മേക്കേഴ്സാ. എനിക്ക് നിങ്ങളെയാ പേടി. എടാ ടെൻഷൻ ആവാതെ, ഞങ്ങളെല്ലാം നല്ല രീതിക്ക് ചെയ്തോളാം. സത്യം. എങ്ങാനും കുളമായ എന്ത് ചെയ്യും? നമ്മൾ ഓടും, അത്ര തന്നെ. ദൈവമേ. ശരി, പ്ലാൻ എന്താ അത് പറയും. ഇത്രയും വലിയ കല്യാണമല്ലേ നമ്മൾ ഈ മുടക്കാൻ വേണ്ടി പോകുന്ന. കഷ്ടമുണ്ട്, എന്നാലും പേടിയാവുന്നടാ. ലാസ്റ്റ് ചാൻസ്, നമുക്ക് തിരിച്ചു പോയാലോ? ഒന്നും മിണ്ടാതിരുന്നടാ, നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതല്ലേ, എല്ലാം ശരിയാവുമോ? അല്ല പിന്നെ പാതു, ചെറുക്കന്റെ റൂം നമ്പർ എത്ര? എനിക്കൊന്നും അറിയില്ല. അപ്പൊ നീ അവനെ വിളിച്ചു ചോദിച്ചിട്ടില്ലേ? ഞാൻ ചോദിക്കാൻ കുറെ വിളിച്ചതാ, അവനെ വിളിച്ചിട്ട് കിട്ടണ്ടേ. വെയിറ്റ്, അപ്പോ ഈ കിഡ്നാപ്പിന്റെ കാര്യം അവനറിയില്ലേ? ഇല്ല, അവനെന്നാ കല്യാണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. പിന്നെ ഞാൻ വിളിച്ചിട്ട് കിട്ടിയതല്ല, അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. തീർന്ന് എല്ലാത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായി. ഏയ് ചുമ്മാ ഇരിക്കെ, നമുക്ക് റിസപ്ഷനിൽ ചോദിക്കാം. വാ പാത്തു, നീ ഇവിടെ കാറുമായിട്ട് റെഡി ആയി നിന്നോണം. ഞങ്ങൾ എപ്പോ വേണമെങ്കിലും വരാം. നീ എന്താ ഇങ്ങനെ നടക്കണേ? നോർമലായി നടക്കണം. ഞാൻ നോർമലായിട്ടല്ലേ നടക്കണേ. ഇനി നോർമലായി ഞാൻ ചിലപ്പോ സസ്പീഷ്യസ് ആവും. ബൈ, നിന്റെ തലക്കെട്ട് ഞാൻ തരും. നോർമലായി നടന്നോ.
Excuse me? Yeah, good evening, sir. May I help you? Yes, we are looking for the groom's room. Okay, may I have the groom's name, sir? Nevin. Okay, let me check. It's room number 507, sir. Okay, thank you. എടാ എനിക്ക് പേടിയാവുന്നു, എന്റെ കൈകളൊക്കെ വറക്കുന്നു. അടങ്ങിയിരുന്നോ, നീയാ ഇത് പ്ലാനിട്ട്. ഇനി എന്റെ തലയ്ക്ക് മാധവ് ബെല്ലടിക്ക്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഗൈസ് റെഡിയല്ലേ? പ്ലീസ് ആക്ട് നോർമൽ, ഓക്കെ? അബൈ നിന്നോട് പ്രത്യേകിച്ച് അവന് നോർമൽ എങ്ങനെയാന്ന് പോലും അറിയില്ല. അപ്പോഴാ എനിക്കറിയാം. Yes? Excuse me? എടാ ഇതാരാടാ? ആർക്കറിയാം, ചെറുക്കന്റെ പെങ്ങള് വല്ലതും ആയിരിക്കും. സോറി, isn't this the groom's room? No. അയ്യോ, ഡോർ അടിച്ചു. ആ ചെറുക്കന്റെ റൂം നമ്പർ ചോദിക്കായിരുന്നു. ഇതിപ്പോ അവന്റെ പെങ്ങളുടെ റൂമിൽ കയറിയിട്ടു. അതെ, സാറില്ല, ഇവിടെ ആഴത്തെയും ചോദിക്കാം. വാ മാധവ്, മാധവ് ദാ. എന്താടാ? എടാ ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ അറിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പാ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ബെസ്റ്റ്. മതി മതി, വാ നമുക്ക് ആദ്യം ചെറുക്കനെ കണ്ടുപിടിക്കാം. നമ്മൾ റൂം മാർക്ക് ചെയ്യാം. ഇതിപ്പോ നമ്മൾ എവിടെ പോയി തരയൂനി? പണ്ടാരടങ്ങാൻ ഇത് നിനക്ക് വല്ല ഒളിച്ചോടി കൂടായിരുന്നു. മനുഷ്യനെ പണിയിപ്പിക്കാനായിട്ട്. അല്ല പിന്നെ നമ്മൾ ഈ കല്യാണമൊക്കെ ഗംഭീരമായിട്ട് നടത്തും. എടാ ദേടാ, ഒരു മലയാളി മാമൻ അങ്ങേര് നടക്കാത്ത കല്യാണത്തിനെ പറ്റിയൊക്കെ തള്ളി മറിക്കുന്നു. ചോദിക്കാം. ഹലോ മാമ. ഓ എന്ത് മക്കളെ, എന്ത് വേണം? അല്ല മാമ, നമ്മുടെ നിവിന്റെ റൂം ഏതാ? ഇതേ അപ്പുറത്ത് കാണുന്നത്. ശരി ശരി. നിവിന്റെ കൂട്ടുകാരാണല്ലേ? അതെ. കല്യാണമൊക്കെ ഉഷാറാക്കണോട്ടോ. പിന്നെന്താ, നമ്മള് കല്യാണമൊക്കെ അടിച്ചു പൊളിക്കില്ലേ? ബെസ്റ്റ്. വാടാ. ഇതന്നല്ലേ റൂമ്? അപ്പോ പ്ലാൻ എന്താ? ഡോറ് തുറന്ന ഉടൻ അവന്റെ മൂക്കും വായും അടച്ചു പിടിക്കണം, കേട്ടല്ലോ? ഒച്ച ഉണ്ടാക്കാൻ അയക്കരുത്. മാധവ്, മാധവ്, ഇവൻ എന്തോടെ പകൽ സ്വപ്നം കണ്ടിരിക്കുന്ന? മാധവ് കിഡ്നാപ്പ് ചെയ്യേണ്ടത് അന്ന് ഞാൻ പെണ്ണിനെ അയച്ചിരുന്നുണ്ടല്ലോ. സോറി, ഞാൻ വാ. യെസ്, നിവിൻ ഹിയർ. Who are you? Can we talk? നിവിൻ, വളരെ പെട്ടെന്ന് റെഡി ആവാം. താഴെ പ്രോഗ്രാം സ്റ്റാർട്ടായി. ഫ്രണ്ട്സ് ആണോ? മക്കളെ എല്ലാവരും താഴോട്ട് വന്നിക്കേ. ഓക്കെ. എടാ ഇത് മലയാളിയാണോ? ഞാൻ വിചാരിച്ചു മുംബൈ എന്നൊക്കെ പറഞ്ഞപ്പോ അവൾ ഏതോ ഹിന്ദിക്കാരനെ വളച്ചു വെച്ചിരിക്കുകയെന്ന്. ഞാനും അപ്പൊ കാര്യങ്ങൾ എളുപ്പമായി. എക്സ്ക്യൂസ് മീ. Look Niven, we just want to talk to you. Okay. By the way, who are you guys? എടാ മരത്തലയാ, ഞങ്ങൾ ഫിദ പറഞ്ഞിട്ട് വെച്ച. അവന്റെ ഒരു who are you? ഫിദ? നിങ്ങള് ഫിദയുടെ ഫ്രണ്ട്സ് ആണോ? യെസ്, ഞാൻ ഇഷാൻ, ഇത് അഭയ്, ഇത് മാധവ്. ഞങ്ങൾ ആക്ച്വലി നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണ്. ഇതിപ്പോ കിഡ്നാപ്പിംഗിന്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു. ബ്രോ സീരിയസ്ലി, ഞാൻ ആക്ച്വലി ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുക. താങ്ക് ഗോഡ് നിങ്ങൾ വന്നല്ലോ. Where is ഫിദ? ഫിദ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. You people are insane. Thank you. പിന്നെ പോകുന്നതിന് മുന്നേ എനിക്കൊരാളെ കാണണം. എൻ്റെ ബ്രൈഡാവാനിരുന്നു കൊച്ചാവ്. അപ്പോൾ അവളോട് കാര്യം പറഞ്ഞിട്ട് വേണം പോകാൻ. എൻ്റെ കൂടെ ഒരാൾ വരണം. മാധവ്? ഓക്കെ, ഞാൻ വരാം. പിന്നെ അഭയ് ആൻഡ് ഇഷാൻ, നിങ്ങൾ രണ്ടുപേരും താഴെ റിസപ്ഷൻ സൈഡിൽ നിൽക്കണം. ഞങ്ങൾ വന്നിട്ടേ പോകാവൂ. ആൻഡ് ആക്ട് നോർമൽ, വള്ളി കേസ് ഒന്നും ഉണ്ടാക്കരുത്, ഓക്കെ? അതൊക്കെ ഞങ്ങൾ ഏറ്റു. നിങ്ങൾ പോയിട്ട് വാ. ഫൈനൽ സാർ. മാധവ്, നീ ഡോറിന് സൈഡിൽ വെയിറ്റ് ചെയ്യ്. ഞാൻ അവിടെ പോയി സംസാരിച്ചിട്ട് വരാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്നോളാം. സിദ്ധി. നിവിൻ, എന്താ ഇവിടെ? താഴെ പോകണ്ടേ? നോ, ആക്ച്വലി ഞാനിപ്പോൾ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പോകും. ശരിക്കും പറഞ്ഞാൽ ഒളിച്ചോട്ടം.
എൻ്റെ നോ ഫിദയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുപോകാൻ. ഓ, ഫിദയുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ? ആ ഡോറിസ് സൈഡ് നിൽക്കുന്നത് ഫിദയുടെ ഫ്രണ്ടാണോ? ആ യെസ്, വേറെ 2 പേര് കൂടെ ഉണ്ട്. ഞാൻ ആക്ച്വലി ആരും അറിയാതെ പുറത്ത് പോകുമ്പോൾ സിദ്ധിക്ക് എവിടെയെല്ലാം ഓക്കെ ആയിരിക്കില്ലേ? യാ, ഓക്കെ ആയിരിക്കും. ആൻറ്റിയുടെ കാര്യം മാത്രമേ എനിക്ക് പേടിയുള്ളൂ. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളാം. നോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഓക്കെ ആക്കാൻ നിൽക്കണ്ട. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സിദ്ധി തന്നെ പറയണം നീ പിന്നെ ഇവിടുന്ന് ഒളിച്ചോടിയെന്ന്. ബിക്കോസ് സിദ്ധി, നിനക്കിതിലൊരു പ്രശ്നം ഉണ്ടാവാൻ പറ്റില്ല. ഇത് നിന്നെ അഫക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ സിദ്ധി? സിദ്ധി ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ താങ്ക് യു. പോട്ടെ. ഹാപ്പി ആയിട്ടിരിക്കാം. സിദ്ധി, സ്റ്റേ സേഫ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ആസ് എ ഫ്രണ്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഓക്കെ, ബൈ. ബൈ. മാധവ്, പോവാ. സോ ആ കുട്ടിയായിരുന്നു ബ്രൈഡ്? യാ. എന്തേ? അല്ല, ഞങ്ങൾ വിചാരിച്ചു സിസ്റ്റർ ആണെന്ന്. ഞങ്ങൾ ആദ്യം അറിയാതെ റൂമിൽ കയറിയത് ആ കുട്ടിയുടെ റൂമിലായിരുന്നു. ഓ താങ്ക് ഗോഡ്, അവളുടെ റൂമായതുകൊണ്ട് ഭാഗ്യം. ഇറ്റ്സ് ഓക്കെ, അവൾക്കെല്ലാം അറിയാം. ഈ ഡെക്കറേഷനൊക്കെ ആരാണോ ചെയ്തത്? ഒരു വസ്തുവിനെ കൊള്ളില്ല. നിങ്ങളാരാ? ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ആടാ വള്ളി വള്ളി. നമസ്കാരം ആന്റി, ഇവന്റ് മാനേജ്മെന്റ് ടീമാ. യെസ് യെസ്, ഞങ്ങൾ ഈ ഡെക്കറേഷൻ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. ഡെക്കറേഷൻ പോലും അത് 5ന്റെ പൈസക്ക് കൊള്ളത്തില്ല ഡെക്കറേഷൻ. തള്ളെ 5ന്റെ പൈസക്ക് കൊള്ളല്ല. കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു ഹോട്ടലിൽ ഇത്രയും ഡെക്കറേഷൻ ചെയ്തൊന്നും പോരെ തള്ളക്ക്. ആരാടാ നിന്റെ തള്ള? തള്ളെ നിങ്ങൾ തന്നെ തള്ളെ തള്ള. അഭയ് അഭയ് മിണ്ടോ തരികടാ. ഈശാനെ, നീ ഈ തള്ള പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ഡെക്കറേഷൻ കൊള്ളില്ല പോലും. എടാ കോപ്പേ, നീയാണ് ഡെക്കറേഷൻ ഒക്കെ ചെയ്തത്. പിന്നെ എന്തൊക്കെയാടാ നീ കിടന്ന് ചൂടാവുന്നേ? അയ്യോ മറന്നു ഞാൻ. വള്ളി പിടിക്കല്ലേ പിടിക്കല്ലേ എന്ന് അപ്പോഴും പറഞ്ഞതാ മാധവ്. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ആന്റി വെരി റിയലി സോറി ആന്റി. ഞങ്ങൾ ഇത്രയും നേരം വർക്ക് ചെയ്തുകൊണ്ട് അവന്റെ ബ്രെയിൻ ഒക്കെ ഡെഡായി കിടക്കും. അതുകൊണ്ട് പെട്ടെന്ന് അവൻ ചൂടായി പോയതാ. ഇഷാൻ, അഭയ് ഇവിടെ വാ. അഭയ് ഇതേടാ അവര് വന്നു. വാ. എടാ എന്തായി? എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് പുറത്ത് കിടക്കണം. ഫ്രണ്ട് ഡോർ വഴി എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല. പുറകില് സാധനങ്ങൾ മാത്രം കൊണ്ടുവരുന്ന ഒരു വഴിയുണ്ട്. നമുക്ക് ആ വഴി പോകണം. ഫിദ ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഫിദ, ഫിദ. അതെ, കിന്നരിക്കാവുന്ന സമയമാ. വേഗം വണ്ടി കയറിക്കോ, അല്ലെങ്കിൽ ആരെയും കാണും. ഹോ, ഇപ്പോഴാ എന്റെ ജീവൻ ഒന്ന് തിരിച്ചു കിട്ടിയേ. സത്യം, ആരും കാണാതെ നമ്മൾ വന്നല്ലോ. എന്തായാലും പോയ കാര്യം സക്സസ് ആയി. പാത്തു ഹാപ്പി, നമ്മളും ഹാപ്പി. അവര് നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണല്ലോ. അവര് കുഞ്ഞിലെ മുതൽ അങ്ങനെ. ഞാൻ അവരുടെ ഒരു വയസ്സലേതാണെങ്കിലും ഞാൻ എപ്പോഴും അവരുടെ കൂടെ തന്നെയായിരുന്നു. അവരുടെ കൂടെ തന്നെ പഠിച്ചതും വളർന്നതും എല്ലാം. വീടടുത്തടുത്തായതുകൊണ്ട് ഏത് നേരവും ഞങ്ങൾ 4 പേര് ഒരുമിച്ചായിരുന്നു. അവരെന്റെ കൂട്ടുകാരാണെങ്കിലും എനിക്ക് ഒരേട്ടന്മാരെ പോലെ. ഓ തുടങ്ങി തുടങ്ങി രണ്ടിന്റെ റൊമാൻസിക്കല്. പോടാ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചതാ. Fida, are you happy? പെട്ടെന്ന് വിളിച്ച് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യം വിഷമായി. പിന്നെ ഇങ്ങനെയൊക്കെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോ
നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഐ ആം ഹാപ്പി. അല്ല ഗൈസ്, ഇവരുടെ കാര്യം സെറ്റായി. ഇനി അടുത്ത പ്ലാൻ എന്താ? അടുത്ത പ്ലാൻ കുറച്ച് മനസ്സമാധാനത്തോടെ ഇരിക്കണം, അത്ര തന്നെ. ബ്രൈഡ് ആളൊക്കെ ആയിരിക്കോ? നീ എന്തിനാണ് അവരുടെയും വീട്ടിൽ കാര്യമൊക്കെ നോക്കുന്നേ? നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ? എക്സാക്ട്ലി. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചതാ. നമ്മള് നിവിനെ കൊണ്ടുവന്നു. ബ്രൈഡ് അവിടെ തനിച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? പോരാത്തതിന് ആൾക്ക് ഇതിനെ പറ്റിയെല്ലാം അറിയാവുന്നതല്ലേ. സിദ്ധി സ്ട്രോങ് ആണ്. അവൾക്ക് കാര്യങ്ങളെല്ലാം ബോൾഡായിട്ട് മാനേജ് ചെയ്യാൻ അറിയാം. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്ഷയ്, നിവിൻ എവിടെ? ആന്റി, അവൻ ഇവിടെ എങ്ങും ഇല്ല. ഞങ്ങൾ എല്ലാവരെയും സെർച്ച് ചെയ്തു. രേഖ, നിവിൻ ആ ഇവന്റ് മാനേജ്മെന്റ് ടീം ചെറുക്കന്മാരുടെ കൂടെ എവിടേക്ക് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. വാട്ട്? സിദ്ധി, നിവിൻ എനിക്കറിയില്ല. നീ അപ്പൊ ഇത്രയും നേരം അവനെ കണ്ടില്ലേ? കണ്ടു. ദെൻ അവന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. അവന്റെ ഇഷ്ടത്തിന് പോയി. വാട്ട് നോൺസെൻസ്. നോൺസെൻസ് കാണിക്കുന്നത് നിങ്ങളൊക്കെയാ. ഇഷ്ടമല്ലാത്ത രണ്ടുപേരെ തമ്മിൽ ചേർത്ത് വെക്കാൻ നോക്കുന്നത് നിങ്ങളൊക്കെയല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. സിദ്ധി, ഡു യു നോ ഹൗ മെനി പീപ്പിൾ ആർ ഹിയർ? ഡു യു നോ അവർ റെപ്യൂട്ടേഷൻ? ഐ ഡോണ്ട് കെയർ. ഓ, സോ നീയും കൂടെ അറിഞ്ഞിട്ടാണ് ഈ ഒളിച്ചോട്ടമൊക്കെ, റൈറ്റ്? യെസ്. തൊന്തയും തള്ളയും ഇല്ലാത്തതല്ലേ നോക്ക് വളർത്തി ഇത്രയും വലുതാക്കി ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ നോക്കുമ്പോ നീ എന്നോട് ഇത് തന്നെ ചെയ്യണം. ടോർച്ചർ ചെയ്തും ഫോഴ്സ് ചെയ്തുമല്ല ഒരാളുടെ ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ നോക്കേണ്ടത്. മതി, നിർത്ത്. ഇനിയിപ്പോ എന്താ? കല്യാണം മുടങ്ങിയപ്പോ സന്തോഷമായി കാണുമല്ലോ. സിദ്ധി, നിനക്ക് ഇതിലൊരു പ്രശ്നം ഉണ്ടാവാൻ പറ്റില്ല. ഇത് നിന്നെ അഫക്ട് ചെയ്യാനേ പറ്റില്ല. ഓക്കെ? എടാ, ആദ്യം ഫോൺ റിങ് ചെയ്യുന്ന നിവിന്റെ ആണെന്ന് തോന്നുന്നു. അവൻ കുളിക്കാം. മതം ഒന്ന് അറ്റൻഡ് ചെയ്തേ. ഹലോ ലെവൻ, നിവിൻ കുളിക്കോ? ലിസൺ, നിങ്ങൾക്ക് എവിടെയെങ്കിലും മാറി നിൽക്കാനായിട്ട് പറ്റുമോ? വായ്, എന്തു പറ്റി? ഇവിടെ എല്ലാരും കാര്യം അറിഞ്ഞിട്ടുണ്ട്. സോ മാറി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ. ആർ യു ഓക്കെ? ബൈ. മാധവ്, എന്താടാ? ആരാ വിളിച്ചേ? മാധവ്, കോളിലാരായിരുന്നു? ബ്രൈഡായിരുന്നു വിളിച്ചത്. അവിടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങളെ ഇവിടെ നിന്ന് എങ്ങനെയും മാറി നിൽക്കാൻ പറയോ? മാധവ്, ഇനിയിപ്പോ എന്ത് ചെയ്യാം? സോ എല്ലാരും പാക്ക് ചെയ്തു. എവിടെ പോവാൻ? നാട്ടില്, കേരള. ഗൈസ്, എല്ലാരും റെഡി ആയിക്കോ. എന്തിനു? അച്ഛൻ. എനിക്ക് പേടിയാവുന്നു. നിങ്ങളെന്താ ഇവിടെ? അത് പിന്നെ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നതാ അങ്കിൾ. മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം. നിങ്ങളെന്താ ഓടിക്കളിക്കുവാണോ? മുംബൈന്ന് കേരള, കേരളത്തിൽ നിന്ന് മുംബൈ, മുംബൈന്ന് കേരള. അച്ഛാ, അത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്ത്? നിക്ക്. ഇവനേതാ? ഇവനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇവിടെ. അച്ഛാ, അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഓ, ഇവനാണോ കിഡ്നി ഹോസ്പിറ്റലിലുള്ള? കിഡ്നി ഹോസ്പിറ്റലോ? അല്ല അച്ഛാ, ആക്ച്വലി ഇവനെ ഞങ്ങൾ അടിച്ചോണ്ട് വരുമോ? അടിച്ചോണ്ട് വരാനോ? എന്തോന്നാടാ ഇത്? രഘുവിന് ഞാൻ പറയാം. അവര് എനിക്ക് വേണ്ടിയാ ചെയ്ത. അങ്കിൾ, ഞങ്ങളിപ്പോ ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ നെവിന് ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നേനെ. പിന്നെ നമ്മുടെ പാർട്ടിയുടെ ഇഷ്ടം അത്
പറയണ്ടല്ലോ. എന്റെ ദൈവമേ, നിങ്ങളെയൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒന്ന് നോക്കുമ്പോ നന്നായി. പക്ഷെ ഇനി മേലാൽ ഇമാതിരി പരിപാടിക്ക് ഇറങ്ങിയെന്ന് ഞാൻ കേട്ടാൽ അറിയാലോ. അങ്കിളെ പ്ലീസ് ഒരു ഹെൽപ്പ് ചെയ്യൂ. എന്താ? എന്റെ ഉമ്മയോടും ഉപ്പയോടും ഈ കാര്യം ഒന്ന് പറയൂ. ആ, വിചാരിച്ചു ഇതെന്റെ തലയിൽ തന്നെ വരുമെന്ന്. പ്ലീസ് അവരെ കൊണ്ട് ഇതിലൊന്ന് സമ്മതിപ്പിക്കൂ. ആലോചിക്കാം. പ്ലീസ് അങ്കിളെ, അങ്കിളിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പ്ലീസ് 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 പ്ലീസ്. ആടി പാത്തുമ്മ, പറയാം. താങ്ക് യു. മിസ്റ്റർ രഘുനാഥ്, എന്താടാ? ഇനി എനിക്കെങ്ങാനും ഇങ്ങനെ ഹെൽപ്പ് വേണ്ടി വന്നാൽ എന്റെ തന്തയോട് നിങ്ങൾ പോയി പറയോ? വീട്ടിൽ കേട്ടില്ലെന്ന് ഞാൻ പറയും. അത്ര തന്നെ. എന്ത് തന്തയോടോ താൻ? പോടാ. ഉമ്മ. അങ്ങനെ ഒരു കൊടുങ്കാറ്റ് വന്നു പോയ പോലെ ആയിരിക്കാം ഇപ്പോഴത്തെ അവസ്ഥ. കുറെ വഴക്കിനും ഫോൺ വിളികൾക്കും ഇമോഷണൽ ഡ്രാമകൾക്കൊക്കെ ശേഷം രഘു അങ്കിളുടെ വാക്ക് കേട്ട് ഫൈനലി വിതയുടെ ഫാമിലി അവരുടെ റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്തു. അവരുടെ ഒരു കുഞ്ഞു വെഡിങ്ങും കഴിഞ്ഞു. ഇപ്പോ മാധവാണെങ്കിൽ അവന്റെ 10 ദിവസത്തെ ലീവ് അച്ഛന്റെയും ഫ്രണ്ട്സിന്റെയും കൂടെ ചെലവഴിച്ച് ഇപ്പൊ മുംബൈയിലേക്ക് തിരിച്ചു പോകാൻ റെഡിയാവുകയാണ്. ഇനി ബാക്കി അവിടെ നിന്ന് കാണാം. അങ്ങനെ എന്റെ കൊച്ചിന്റെ 10 ദിവസത്തെ ലീവ് കഴിഞ്ഞു. ഇനി അച്ഛൻ എപ്പോഴാ കാണാൻ എന്റെ കൊച്ചിനെ? ആ, തുടങ്ങി. ഒരൊറ്റ ഫോൺ വിളി മതി എന്റെ മാഷെ, ഞാനിവിടെ ഓടി എത്തില്ലേ. ഓ ശരി സാറേ. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നന്നായി ഫുഡ് കഴിക്കണം, നന്നായി ഉറങ്ങണം, കേട്ടല്ലോ. ഇനി 1 മുതൽ എനിക്ക് പറയാൻ വയ്യ. ഓക്കെ? ആ എന്റെ അച്ഛാ, ഞാൻ എപ്പോഴും കേൾക്കുന്നല്ലേ ഇത്. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്കറിയാം. ഓക്കെ? നീ എത്ര വലുതായാലും ഈ അച്ഛൻ നീ കുട്ടിയെ തന്നെ, കേട്ടോ? മാധവേ, വേഗം വാടാ, ഫ്ലൈറ്റ് പോവും. ആ വന്നു. ശരി, ബൈ. Back to normal. ഹായ്. ഹായ്. ഇയാൾക്ക് എന്നെ മനസ്സിലായോ? ആ മനസ്സിലായി. അന്ന് ലെവലിനെ കൂട്ടാൻ വന്ന ആളല്ലേ? ആ യെസ്, ഫിദയുടെ ഫ്രണ്ടാ. ഓ ഓക്കെ. ലെവന ഹൃദയം അവർക്ക് സുഖമല്ലേ? ആ ദേ ഓക്കെ. അവരുടെ മാരേജ് കഴിഞ്ഞു. വീട്ടിൽ കുറച്ച് സീനായെങ്കിലും എല്ലാം ഓക്കെ ആയി. ഇപ്പൊ ഹാപ്പിയാ. ഓ ദാറ്റ്സ് ഗുഡ്. എന്നവളെ അടി എന്നവളെ എന്ന ഹൃദയത്തെ തുളയ്ത്ത് വിട്ടേ. ഇയാൾ ഓക്കെ അല്ലേ? ബെറ്റർ. ഹൃദയം മറന്നു വിട്ടേ. ഉന്നൻ കാൽകൊലുസിൽ അത് തുളൈത്ത. ഓക്കെ ബൈ. എന്റെ സ്റ്റേഷനിൽ ബൈ. காதலென்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே எந்த கழுத்து வரை இன்று காதல் வந்து இரு கண்ணில் பிதுங்கி நின்றே. ഹായ്. 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 അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയി അവർ വീണ്ടും വീണ്ടും കണ്ടുമുട്ടാൻ തുടങ്ങി. മെട്രോ സ്റ്റേഷനിൽ രാവിലെകളിലും വൈകുന്നേരങ്ങളിലും പരസ്പരം പരിചയമില്ലാത്ത അപരിചിതരായി പരിചിതരായി അവർ മാറി.
कागज के दो पंख लेके उड़ा चला जाए रे, जहाँ नहीं जाना था ये वहीं चला हाय रे, उम्र का ये भैया एक चाय चाय। पाए रे, जुबां पे जो मोह ഹായ് नमक लगा ഹായ് के देखे न ഇത് അൺഎക്സ്പെക്ടഡ് ആയില്ലോടോ. എന്നും മെട്രോയിൽ വെച്ച് കാണാറുണ്ട്, പക്ഷെ ഇവിടെ പ്രതീക്ഷിച്ചില്ല. അതെ ഞാനിവിടെ എപ്പോഴും ചായ കുടിക്കാൻ വരാറുണ്ട്. ഓ, ഞാനും ഇവിടെ നിന്ന് വരാറുണ്ട് ചായ കുടിക്കാൻ, പക്ഷെ ഇതുവരെ ഇയാളെ കണ്ടിട്ടില്ല. Same here. उड़ा चला जाए रे, जहाँ ആ, ചായ റെഡിയായി, ഞാൻ എടുത്തിട്ട് വരാം. ഇന്നോ ചായ. Thank you. ബൈ ദ വേ, നമ്മളെന്നും മെട്രോയിൽ വെച്ച് കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല, റൈറ്റ്? ശരിയാ. So, I'm Siddhi. ഓ, സിദ്ധി. യാ, നിവിൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബൈ ദ വേ, മദർ. Nice to meet you. By the way, ഇയാള് മുംബൈയിൽ തന്നെയാണോ? നാട്ടില് പാലക്കാടാ. ഇപ്പൊ ഇവിടെ വർക്കിന് കയറിയിട്ട് 4 വർഷമായി. മുംബൈ തന്നെ. ഓ ഓക്കെ. സിദ്ധിയോ ഇവിടെ തന്നെയാണോ? ഞാൻ കുഞ്ഞിലെ മുതല് മുംബൈ തന്നെ. ഓ, അപ്പോ ഫാമിലി ആയിട്ട് മുംബൈ തന്നെ ആയിരുന്നോ? ആ ഓക്കെ. Madhav, I have to go. Bye. പിന്നെ കാണാം. ഓ, ഓക്കെ, ബൈ. മനം നിലപാതയാ ഇതാ ഇടം തേടുവാ. ഹേയ്, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ എന്താ പെട്ടെന്ന് പോയേ? ഏയ് നത്തിങ്, അർജന്റായിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. ഓ, ഓക്കെ. സിദ്ധി, മേ ഐ ആസ്ക് യു വൺ തിങ്? ചോദിച്ചോ. Can we be friends? Sure. അപ്പോ ഇന്ന് ഈവനിങ് ചായ കുടിക്കാൻ പോയാലോ? ഇതൊക്കെ ഒരു ചോദ്യമാണോ? ആസ് എ ചായ ലവർ ഞാൻ അവിടെ എന്നും പോവാറുണ്ട്. സോ ഇയാളവിടെ വാ, ഞാൻ അവിടെ ഉണ്ടാവും. ആഹാ, അത് കൊള്ളാലോ. ഞാൻ ആദ്യമായിട്ട് എന്നെ പോലെ ചായ പ്രാന്തുള്ള ഒരാളെ കാണുന്നത്. ഞാനും. അങ്ങനെ ചായ കുടിച്ച് രണ്ടുപേരും ഭയങ്കര കൂട്ടായി. ഒരു ദിവസം പോലും അവർ കാണാതിരുന്നിട്ടില്ല, ഒരു ദിവസം പോലും ചായ മുടക്കിയിട്ടില്ല. അങ്ങനെ അവരിപ്പോ ഭയങ്കര ഫ്രണ്ട്സാ, ലൈക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓ നോ. എന്തുപറ്റി? ഓ, നാട്ടിന്നാ വീഡിയോ കോൾ. എടുക്ക്. ശരിയാവില്ല. അതെന്തുപറ്റി? പിക്കേ. മാധവേ, കാണാമോ? കേൾക്കുന്നുണ്ടോ? എടാ, കേൾക്കാവോന്ന്? കേൾക്കാം, ഒന്ന് പതിയെ പറയടാ, മെട്രോയിലാണ്. എടാ, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. വെയിറ്റ്, ഞാനൊരു പെണ്ണിന്റെ സൗണ്ടില്ലേ ഇപ്പൊ കേട്ടത്? നോ, ഞാൻ വിശ്വസിക്കില്ല. ക്യാമറ തിരിക്കണം. ഇല്ല. എടാ, ക്യാമറ തിരിക്കാൻ. നോ. ഓഹോ, അങ്കിളേ. അബേ, അങ്കിളെ, എന്താടാ? അങ്കിളുടെ മോൻ അവിടെ പെമ്പിളായിട്ട് കൂടെ മെട്രോയിൽ കറങ്ങി നടക്കോ? അയ്യോ, എന്റെ ദൈവമേ, ഇവനെ കൊണ്ട്. ആണോടാ? അച്ഛാ, എവിടെ? കാണിച്ചു നോക്കട്ടെ. ഹായ്. വെയിറ്റ്, ഇതേതാ കൊച്ച്? ആരടാ അത്? അങ്കിളെ, ഇതുണ്ടല്ലോ. അബൈ, വാടക ഞാൻ പറയാം.
അച്ഛാ, ഇത് സിദ്ധി, നമ്മുടെ നിവിനായിട്ട് മാരേജ് ഫിക്സ് ചെയ്തിരുന്ന കൊച്ച. ആ സിദ്ധി. ആ ആ ഓക്കെ ഓക്കെ. ഞങ്ങള് വർക്കിന് പോകുന്നത് ഒരേ മെട്രോയില. സോ അങ്ങനെ കണ്ട് പരിചയപ്പെട്ടെന്നേ ഉള്ളൂ. വേർ ജസ്റ്റ് ഫ്രണ്ട്സ്. അച്ഛൻ ഇപ്പൊ മനസ്സിൽ വിചാരിച്ച പോലെ ഒന്നുമില്ല, കേട്ടല്ലോ. അതിന് ഞാൻ മനസ്സിലൊന്നും വിചാരിച്ചിട്ടില്ലല്ലോ. ഉഫ് അച്ഛാ, തെറ്റിദ്ധരിക്കണ്ടെന്ന് വെച്ച് പറഞ്ഞതാ, കേട്ടല്ലോ. അഭയ് നിന്നോട് കൂടിയാ. ആ ആയിക്കോട്ടെ. അല്ല മോളെ, സുഖാണോ? ആ സുഖം അങ്കിൾ. അവിടെയോ? ആ മോളെ, ഇവിടെ സുഖം. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ നല്ല വെയിലാ, പുറത്തിറങ്ങാൻ വയ്യ. ആ അച്ഛാ, മതി മതി, ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തി. ബൈ, ഞാൻ രാത്രി വിളിക്കാം. അതെന്താ പെട്ടെന്ന് കേട്ടാക്കേ? നമ്മൾ സ്റ്റേഷൻ എത്തുന്നല്ലേ ഉള്ളൂ. ആ ബെസ്റ്റ്. അച്ഛൻ സംസാരിക്കാൻ തുടങ്ങിയല്ലേ, പിന്നെ നിർത്തില്ല. എന്തായാലും ഞാൻ നൈറ്റ് വിളിക്കാം. ഓക്കെ. അല്ല, വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനെ മാത്രമേ കണ്ടുള്ളൂ. കാണാൻ അതിന് വേറെ ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മ ഞാൻ കുഞ്ഞായിരിക്കും മരിച്ചുപോയി. ഓ സോറി. ഏയ് ഇറ്റ്സ് ഓക്കെ. അല്ല, സിദ്ധിയുടെ വീട്ടിലാർക്കുണ്ട്? സിദ്ധി ഫാമിലിയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കും ഫാമിലിയെ പറ്റി പറയാൻ മാത്രം അങ്ങനെ ആരുമില്ല. അച്ഛനും അമ്മയും 5 വർഷം മുന്നേ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഞാനിപ്പോ ആന്റിയുടെ കൂടെയാണ്. ആ അപ്പൊ ഓക്കെ ബൈ. എന്റെ സ്റ്റേഷനെത്തി. നമുക്ക് ഈവനിങ് ചായ കുടിക്കാൻ കാണാം. ബൈ. മാധവ്. സിദ്ധി, ഇന്ന് ലേറ്റ് ആയില്ലോ. ആ ഇന്ന് എനിക്ക് എക്സ്ട്രാ വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് സാധാരണ വരുന്ന മെട്രോ കിട്ടിയില്ല. ഓ ഇറ്റ്സ് ഓക്കെ. അല്ല മാധവ്, ഇയാൾ എനിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നോ? യെസ്. വട്ടാണോ? ഇയാൾക്ക് നേരത്തെ പോയതല്ലേ? ഇപ്പൊ തന്നെ സമയം ഒരുപാട് ലേറ്റ് ആയി. ഏയ് അതൊന്നും സാരില്ല. ഇയാൾക്ക് സാരല്ലേ? എന്നാ പിന്നെ എനിക്ക് സാരല്ല. പോവാം. പോവാം. ആഹാ പെർഫെക്റ്റ്. കൂടെ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടില്ല. അടിപൊളി. അപ്പൊ പിന്നെ മഴ തുറന്നിട്ട് പോവാം. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് വരെ എന്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരുന്നു. മാരേജ്, ഫാമിലി പ്രഷർ, full of chaos. And suddenly, everything just stopped. Are you okay now? Feeling good? Yes. ഞാൻ പറഞ്ഞില്ലേ, it's completely different now. ഇയാൾ ഇതേപോലെ എന്നെ ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോ നോക്കിയല്ലോ. എന്താ? ഏയ് nothing. മാധവ്, ആ let's go. എവിടേക്ക്? Walking. ഈ മഴയത്തോ? Why not? I missed this. എന്ത്? റാൻഡം റെയിൻ ബോക്സ്? No. Random freedom.
മാധവ്, ഞാനിങ്ങനെ ആലോചിക്കുക, നിങ്ങളന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടാവില്ലായിരിക്കും, ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടാവില്ലായിരിക്കും. ഓൾ താങ്ക്സ് ടു യു ആൻഡ് യുവർ ഫ്രണ്ട്സ്. ആക്ച്വലി ഞങ്ങൾ അവിടെ വന്നത് പെട്ടെന്നായിരുന്നു. പാത്തു ഞങ്ങളോട്, ഐ മീൻ ഫിദ ഞങ്ങളോട് നിവിന്റെ കാര്യമോ അവരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമോ ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അവള് അടക്കിക്കൊണ്ട് വെച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലോ എന്നോർത്ത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു. സോ അവളുടെ കാര്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് മറിച്ചൊന്നും ചിന്തിക്കാൻ വയ്യ, ഞങ്ങളിങ്ങ് പോന്നു. ആ കാര്യത്തില് എനിക്ക് ഫിദയോട് ചെറിയൊരു ജലസ് ഉണ്ട്. ലൈക്ക് അവൾക്ക് നിങ്ങളെ പോലത്തെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിട്ടിയതോ, അവൾക്ക് വേണ്ടി ഇന്നും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മൂന്നെണ്ണം കൊള്ളാം. പക്ഷെ എനിക്കിനി അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് എനിക്കും കിട്ടിയല്ലോ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ. അതാര്? നീ തന്നെ, വേറെ ആര്? ഞാനിപ്പോ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് നിന്റെ കൂടെയാ. ലൈക്ക് യു ആർ മൈ സേഫ് പ്ലേസ് നൗ. എനിക്ക് എന്ത് വേണേലും പറയാം എന്ന് തോന്നുന്ന ഒരാളാ ഇപ്പൊ നീ. And let me tell you one thing, Mother. With you, everything feels so calm. എന്റെ ചുറ്റുപാടും ഭയങ്കര ക്വൈറ്റ് ആയിട്ടിരിക്കുന്ന പോലെ ഉണ്ട് ഇപ്പോ. I love it. അതെന്താ പറ്റി? ഇത്രയും നാളും അങ്ങനല്ലായിരുന്നോ? അച്ഛനമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. അവരെനിക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്റെ സന്തോഷം മാത്രമായിരുന്നു അവർക്ക് വലുത്. പക്ഷെ അവര് പോയ ശേഷം എന്റെ ലൈഫ് ആകെ മാറി. കുറെ ചേഞ്ചസ് വന്നു. അവരില്ലാത്ത ലൈഫ് എത്രത്തോളം കഷ്ടമുള്ളതാണെന്ന് മനസ്സിലായി. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. അച്ഛനമ്മയും മരിക്കുന്ന സമയത്ത് എനിക്ക് 20 വയസ്സുണ്ടായിരുന്നുള്ളൂ. കൂടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ആന്റി എന്നെ കൊണ്ടുപോയി. പക്ഷെ പഴയതുപോലെ ഒന്നും ആയിരുന്നില്ല. ആന്റി ആക്ച്വലി ഒരു റൂഡ് പേഴ്സണാ. ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ബ്ലെയിം ഹർ. പക്ഷെ എന്നെ ഇഷ്ടമല്ല ആന്റിക്ക്. Why? I don't know. എനിക്കറിയില്ല. അച്ഛന് ആന്റി അല്ലാതെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് അന്ന് അവിടെയുള്ള എല്ലാവരും കൂടെ എന്നെ ആന്റി ഏൽപ്പിച്ചതാ. മേ ബി ഞാനൊരു ബർഡനായി തോന്നിയിട്ടുണ്ടാവും. എനിക്ക് അവിടുന്ന് മാറി താമസിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആന്റി അതിനെ സമ്മതിക്കുന്നുമില്ല. എന്നെ എത്രയും വേഗം കല്യാണം കഴിപ്പിച്ച് വിടാനാണ് നോക്കുന്നത്. നിവിൻ ആക്ച്വലി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. സോ ഞങ്ങളുടെ മാരേജ് വേഗം നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. അതിപ്പോ എങ്ങനെ ആയതുകൊണ്ട് എന്നോടിപ്പോ ഒരുപാട് ദേഷ്യം കൂടുതലാ. സിദ്ധി, നിന്നെ ഒരാൾക്കും ഫോഴ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിപ്പോ കൂടെ താമസിക്കാനായാലും മറ്റൊരാളെ കല്യാണം കഴിക്കുന്നതിനായാലും നിനക്ക് നിന്റേതായ റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് ഒന്നും അവിടെ വില പോവില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാ, തോറ്റുപോയി. You need to be strong, സിദ്ധി. സ്ട്രോങ് ആയിരുന്നു. സ്ട്രോങ് ആവാൻ കുറെ ശ്രമിച്ചു, സ്ട്രോങ് ആയി കുറെ അഭിനയിച്ചു. പക്ഷെ എല്ലാം ആന്റിയുടെ മുന്നിലെത്തുമ്പോഴത്തേക്കും ഇല്ലാതാക്കി കളയും. Madam, call. ആരാ? അച്ഛാ, എന്താ ഈ രാത്രി? എന്താ ഈ രാത്രിന്നോ? 8 മണിക്ക് എന്നെ വിളിക്കുന്നവനാ. ഇതിപ്പോ സമയം 10 മണിയായി. ഞാൻ എത്ര നേരം നോക്കിയിരിക്കുന്നറിയോ? അയ്യോ സോറി അച്ഛാ, ഞാൻ പുറത്താ, അതുകൊണ്ടാ വിളിക്കാതിരുന്നെ. ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അല്ല, ഒറ്റയ്ക്കുള്ളോ? അങ്കിൾ, ഞാനും കൂടെ ഉണ്ട്. ആ, ഉണ്ടോ? അച്ഛന്റെ സിദ്ധിമോൾക്ക് സുഖാണോ? സുഖാണ്.
നല്ല കുട്ടി. അല്ല, ഇതെന്താ രണ്ടും നനഞ്ഞ വില വെള്ളത്തിൽ വീണ കോഴി പോലെ ഉണ്ടല്ലോ? മഴ നനഞ്ഞു രണ്ടും? അത് പിന്നെ അച്ഛാ, ഞങ്ങളിന്ന് കമ്പനിയിൽ നിന്ന് വരുമ്പോഴത്തേക്കും നല്ല മഴ, അപ്പോ ചെറുതായിട്ടൊന്ന് നനഞ്ഞു, അത്രേ ഉള്ളൂ. ആഹാ, രണ്ടിനും നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പാ. ഞാൻ നിന്നോട് എപ്പോഴും പറയും കൊട എടുത്തിട്ട് പോവാൻ. ഇനി കുട എടുത്തിട്ട് പോയിക്കോളാം അച്ഛാ. ആ, ഇനി കൊട എടുത്തിട്ട് പോയിക്കോളാം. പിന്നെ അച്ഛാ, ഞാൻ നാളെ വിളിക്കാം. ഓക്കെ, അച്ഛൻ കിടന്ന് ഉറങ്ങിക്കോ. സമയം 10 മണിയായില്ലേ? ശരി, അപ്പൊ രണ്ടുപേർക്ക് ഗുഡ് നൈറ്റ്. ഉമ്മ. സിദ്ധി, are you okay? ഓക്കെയാ. എന്നെ സിദ്ധിമോളെന്ന് എന്റെ അച്ഛൻ മാത്രമേ വിളിക്കാറുള്ളൂ. പെട്ടെന്ന് മാധവന്റെ അച്ഛൻ വിളിച്ചത് കേട്ടപ്പോ എനിക്കെന്തോ പെട്ടെന്ന് എന്റെ അച്ഛൻ ഓർമ്മ വന്നുപോയി. It's okay. അങ്ങനെ 1 വർഷം കഴിഞ്ഞിരിക്കുക. മാധവന്റെയും സിദ്ധിയുടെയും ബോണ്ട് ഇപ്പൊ ഒന്നുകൂടെ സ്ട്രോങ് ആയി. കൂടെ മാധവന്റെ അച്ഛനും സിദ്ധിയും ഇപ്പൊ ഭയങ്കര കൂട്ടാ. ഇപ്പൊ മാധവനെ ഉപേക്ഷിച്ച് നടക്ക അച്ഛൻ. അച്ഛാ, ഈ മാധവുണ്ടല്ലോ, ഇന്നലെ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തന്നില്ല. അതെന്താണ് നീ കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാത്ത? എന്റെ അച്ഛൻ അതിന് പനി പിടിച്ചിരിക്കുക. അതിന്റെ ഇടയിൽ കൂടെ ഇനി ഐസ്ക്രീം കൂടെ കഴിച്ചാ തീർന്നു. ആണ് മോളെ? ഇല്ല അച്ഛാ, മാധവ് കള്ളം പറയുക. എന്തായാലും നാളെ കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തേക്കണം, കേട്ടല്ലോ? അച്ഛാ, നിങ്ങൾ ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യാതെ അവളുള്ള പഞ്ചാര വക്കൊക്കെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കാം. അതെ. അങ്ങനെയാണെങ്കിൽ തന്നെ നിനക്ക് എന്താ നഷ്ടവുമില്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങ് അനുസരിച്ചാ മതി. അല്ല പിന്നെ. ഓ, ഇതാ അച്ഛാ, നിങ്ങൾക്ക് തന്നെ ഒരു വിലയില്ല. അത് പണ്ട് മുതലേ ഇല്ല. ഒന്ന് വെച്ചിട്ട് പോടെ ചേർക്കാം. സിദ്ധിമോളെ, അച്ഛൻ പോവാണേ. ടാറ്റ. ബൈ അച്ഛാ. കണ്ടോ കണ്ടോ, രണ്ടും കൂടായിപ്പോ കണക്കായി പോയി. മാധവ്, എനിക്കൊരു ചായ കൂടെ പറയോ പ്ലീസ്? സിദ്ധി, ഇതും കൂടെ മൂന്നാമത്തെയോ? എന്തോ ഇത്? അത് ഇച്ചിരി എല്ലാ കപ്പിലുള്ളൂ. പ്ലീസ് മാധവ്, ഒന്നുകൂടെ. ഇനി ചോദിക്കില്ല, സത്യം. ശരി, വാങ്ങിച്ചിട്ട് വരാം. ഹലോ സിദ്ധി, മറൈൻ ഡ്രൈവ്. ഈ സമയത്ത് അവിടെ എന്ത് ചെയ്യാ? It's almost 10:30. ഞാൻ ജസ്റ്റ് പുറത്ത്. നീ ഇപ്പൊ തന്നെ വീട്ടിൽ വരണം. എന്തിന്? എനിക്കിപ്പോ വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അങ്ങ് കേട്ടാ മതി. ഹാഫ് ആൻ അവർ വീട്ടിലെത്തിയിരിക്കണം. എന്നാ നിന്റെ ചായ. Mother, I have to go now. Everything okay? I don't think so. ആന്റി ഇപ്പൊ വിളിച്ചിരുന്നു. എന്നോട് വേഗം വീട്ടിലോട്ട് വരാൻ പറഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. ബൈ. ആരാവൻ? ആര്? എന്നും കാണുന്നുണ്ടല്ലോ നിന്റെ കൂടെ ഒരുത്തൻ. ഹീസ് ജസ്റ്റ് മൈ ഫ്രണ്ട്. whatever. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ. ഇനി നിന്നെ അവന്റെ കൂടെ കണ്ടുപോകരുത്. അതിന് അവൻ എന്ത് ചെയ്തിട്ടാ? എന്ത് ചെയ്താലും ചെയ്തില്ലേലും അവനെ ഇനി മുതൽ നിന്റെ കൂടെ കാണാൻ പറ്റില്ല. മനസ്സിലായല്ലോ? വൈ? എനിക്ക് എന്റെ ഫ്രണ്ടിന്റെ കൂടെ നടക്കാൻ പറ്റില്ലേ? നോ, യു ഗെറ്റ് മാരീഡ്. സോ ഒരു പയ്യന്റെ കൂടെ നടക്കുന്നത് ഇനി ശരിയാവില്ല. മാരേജ്? ആന്റി, ഇത് നോ, എനിക്കിതിന് സമ്മതമല്ല. സിദ്ധി, നിന്റെ സമ്മതം ഇവിടെ ആരും ചോദിക്കുന്നില്ല. നിന്നെ ഞാനാ വളർത്തുന്നത്. സോ നിനക്ക് വേണ്ടത് ചെയ്യാൻ എനിക്കറിയാം. എന്നെ നിങ്ങളെ വളർത്തുന്നതൊക്കെ ശരിയാ, പക്ഷെ എനിക്ക് എന്റേതായ റൈറ്റ്സ് ഉണ്ട്, എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളുണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? Because I don't care about that, സിദ്ധി. സോ നല്ല കുട്ടി ഇതിന് സമ്മതിക്കേ? ഇല്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല. നിനക്കെന്താ ഇത് സമ്മതിക്കാൻ ഇത്ര വാശി? ഇനി നിന്റെ മച്ചാനായിട്ട് വല്ല അഫയർ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളെ സിദ്ധി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം. അല്ലെങ്കിൽ നിനക്കൊന്നും പറ്റില്ല. പറ്റുന്നത് അവനായിരിക്കും. ആന്റി, ഞാൻ പറഞ്ഞിരുന്നു, ഹീസ് ജസ്റ്റ് മൈ ഫ്രണ്ട്. അവനെ വെറുതെ ഇതിൽ വലിച്ചിടരുത് പ്ലീസ്. ഐ ഡോണ്ട് കെയർ. എന്റെ വഴിയിൽ ആരെങ്കിലും തടസ്സമായി വന്നാൽ ഞാൻ വേറെ ഒന്നും നോക്കില്ല.
മാധവനോട് പറഞ്ഞാലോ? No. അവനിതിൽ ഇൻവോൾവ് ആയ ആൻറ്റി അവനെ ഹേർട്ട് ചെയ്യും. No. അൺറീഡ്, ഇതിന്റെ മെസ്സേജ് നോക്കത്ത. സിദ്ധി വന്നില്ലേ? സിദ്ധിക്ക് എന്ത് പറ്റി? കോൾ എടുക്കുന്നില്ല, മെസ്സേജസ് അൺറീഡ്. ഇത് കുറച്ച് ദിവസമായല്ലോ. സിദ്ധി, മാധവ്, സിദ്ധി നീ ഇതെവിടാ? മെസ്സേജസിന് റീപ്ലൈ ഇല്ല, കോൾ എടുക്കുന്നില്ല, മെട്രോയിൽ കാണുന്നില്ല. What happened? അത് പിന്നെ മാധവ്, എൻ്റെ ഫോൺ കേട് വന്നിരുന്നു. സോ എനിക്ക് മെസ്സേജസ് കിട്ടുന്നില്ല. എനിക്ക് കോൾ ചെയ്യാൻ മാധവൻ്റെ നമ്പർ അറിയില്ലായിരുന്നു. സോ ഇറ്റ്സ് ഓക്കെ. മെട്രോയിൽ എന്താ കാണാത്ത? മാധവ്, എനിക്കിപ്പോൾ ആഫ്റ്റർനൂൺ ഷിഫ്റ്റാ. ഓ, അപ്പോ ഇനി മുതൽ മോർണിംഗ് മെട്രോയിൽ ഉണ്ടാവില്ല? ഇല്ല. ഓ ഓക്കെ. ഈവനിങ് മറൈൻ ഡ്രൈവ്, ചായ കുടിക്കാൻ? നോ മാധവ്, വർക്ക് ടൈം ആണ്. സോ മേ ബി ലേറ്റർ. സിദ്ധി, ആർ യു ഓക്കെ? യാ ഓക്കെ. മാധവ്, ഞാനെന്നാ കോൾ കട്ട് ചെയ്യാം. ബൈ, പിന്നെ വിളിക്കാം. ബൈ. ആഴ്ചകൾ കടന്നുപോയി. ആഴ്ചകൾ മാസങ്ങളായി. മാധവ് പതിവ് പോലെ ജോലിക്ക് പോകുന്നു. തിരക്കേറിയ മെട്രോയിൽ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കാണ്. കൂടെ സിദ്ധിയില്ല. മറൈൻ ഡ്രൈവിലെ ചായവാല ഭയ മാധവിന് ഇപ്പോഴും 2 കപ്പ് ചായ കൊടുക്കും. ആൾക്കറിയില്ലല്ലോ സിദ്ധി കൂടെയില്ലാത്തത്. എങ്കിലും മാധവ് അത് വാങ്ങി വയ്ക്കും. മാധവന്റെ കപ്പിൽ ചായ തീരുമെങ്കിലും സിദ്ധിക്കായി വാങ്ങി വെച്ചത് അനങ്ങാതെ തന്നെ ഇരിപ്പുണ്ടാവും. അപ്പൊ പയ്യനെ പറ്റി എല്ലാം കേട്ട സ്ഥിതിക്ക് എങ്ങനാ എല്ലാം സെറ്റാക്കോ അല്ലേ? അടുത്ത മാസം തന്നെ നമുക്ക് വേണമെങ്കിൽ എൻഗേജ്മെന്റ് വെക്കാം. എന്താ അഭിപ്രായം? നോ, അടുത്ത മാസം മാരേജ്. എൻഗേജ്മെന്റ് വേണ്ട. ഹലോ അച്ഛാ. എന്താണ് സാർ? ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുമായിരുന്നു. ആനുവൽ ലീവ് ആയില്ലേ? ഇങ്ങോട്ടൊന്നും വരുന്നില്ലേ ആവോ? അച്ഛാ വരുന്നുണ്ട്. അല്ല, സിദ്ധിമോൾ വരുന്നില്ലേ? ഇല്ല അച്ഛാ, സിദ്ധിയും ഫാമിലിയും ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക. സോ സിദ്ധി വരില്ല. ഓ, ഇതെന്താ പെട്ടെന്ന് പ്ലാനൊക്കെ ചേഞ്ച് ചെയ്തേ? ഞാൻ സിദ്ധിമോളെ കാണണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. സാരമില്ല, ഞാനൊരു ദിവസം അവിടെ വന്ന് കാണാം. ഓക്കെ? എന്തായാലും എന്റെ മോൻ പെട്ടെന്ന് ഇങ്ങ വാ. അച്ഛനെ കാണാൻ തോന്നിയിട്ട് വയ്യ. വരാച്ചാ. മാധവ്, നീ വന്നോ? എല്ലാം ഇവിടെ തന്നെ ഉണ്ടോ? പിന്നെ ഇവിടെ അല്ലാതെ ഞങ്ങൾ വേറെ എവിടെ പോവാനാടാ? മാധവ്, അച്ഛാ, I missed you so much. മാധവ്, ഞാൻ വന്നു. എടി പാത്തുമ, നിവിൻ, എന്താണ് സുഖാണോ? പിന്നെ ഭയങ്കര സുഖം, അതും ഇവിടെയും വെച്ച്. ആ പറച്ചിലിൽ എന്തോ അത്ര സുഖമില്ലല്ലോ. അവനറിയാം അത് പറയാനുള്ള കഷ്ടപ്പാടേ അല്ലേ നിവിൻ? പോടാ. അല്ല മാധവ്, സിദ്ധി വന്നില്ല. നീ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ സിദ്ധി ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കോ. സോ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ ട്രിപ്പോ? നോ വേ. അവരങ്ങനെ
ട്രിപ്പൊന്നും പോകുന്ന കൂട്ടത്തിലല്ല. പ്രത്യേകിച്ച് സിദ്ധി. ഓ സിദ്ധി എന്നോട് അങ്ങനെ പറഞ്ഞേ? വരണോ? എന്തൊക്കെ പറഞ്ഞാലും സിദ്ധി മോളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സാരല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ കൊണ്ടുവരണം കേട്ടോ. മാധവ് ഉറങ്ങിയില്ലേ? അച്ഛാ ഇല്ല, ഉറക്കം വന്നില്ല. എന്തു പറ്റി? മുഖമൊക്കെ വാടിയിട്ടുണ്ടല്ലോ. ഏയ് ഒന്നുമില്ല അച്ഛാ. സിദ്ധി ഓ എന്തേ രണ്ടുപേരും വഴക്കിട്ടോ? വീഡിയോ കോളൊന്നും ഞാൻ കണ്ടിട്ടുമില്ല കുറച്ചായിട്ട്. ഓ ഇല്ല അച്ഛാ, വഴക്കൊന്നും ഇട്ടിട്ടില്ല. പിന്നെന്താ? അച്ഛാ അത് പിന്നെ ഞാനും സിദ്ധിയെ കണ്ടിട്ട് കുറെ ആയി. അന്ന് ആന്റി വിളിച്ചെന്നും പറഞ്ഞിട്ട് പോയതാ. പിന്നെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും കോൾ ചെയ്താൽ എടുക്കും, മെസ്സേജ് ചെയ്താൽ എപ്പോഴെങ്കിലും നോക്കും. അപ്പോ എന്തെങ്കിലും പ്രശ്നം കാണോ? അറിയില്ല അച്ഛാ, പക്ഷെ എന്തോ അവളുടെ ആബ്സെൻസ് എന്നെ വല്ലാണ്ട് ബാധിക്കുന്ന. മാധവ്, സിദ്ധി മോളെ നിനക്ക് ഇഷ്ടമാണോ? ഐ ഡോണ്ട് നോ. കള്ളം. നിനക്ക് നന്നായിട്ട് അറിയാം അവളോടുള്ള നിന്റെ ഫീലിങ്സ് എന്താണെന്ന്. ഞാൻ നിന്റെ അച്ഛനാ, എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട കേട്ടോ. അത് അച്ഛാ ശരിയാ, എനിക്ക് സിദ്ധിയെ ഇഷ്ടാ. പക്ഷെ അച്ഛാ ഐ ഡോണ്ട് നോ, അവളെപ്പോഴും പറയാറുള്ളത് ഞാൻ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാ. സോ ഞാൻ അവളെ കാണുന്ന പോലെയല്ല അവളെന്നെ കാണുന്നത്. എനിക്ക് ഉറപ്പാ അവൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നോട്. മോനെ, നീ കേട്ടിട്ടില്ലേ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ നല്ല പാർട്ട്നേഴ്സ് ആവാൻ പറ്റുമെന്ന്? അച്ഛാ അതിന് സിദ്ധിക്ക് അങ്ങനെ എന്നോടൊന്നും ഇല്ലല്ലോ. അത് നിനക്ക് എങ്ങനെ അറിയാം? അവളെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എവിടെന്ന്? നീ പോലും പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ അവള് പറയും? അച്ഛാ അത് പിന്നെ ഒരു പിന്നെയില്ല. നീ ആദ്യം നിന്റെ ഇഷ്ടം തുറന്നു പറയും. അത് നീ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അവളും കൂടെ അറിയണം. മനസ്സിലായോ? എന്നാ പിന്നെ അച്ഛന്റെ പൊന്നുവൻ കിടന്നുറങ്ങിക്കോ. ഒരു ടെൻഷനും വേണ്ട, അവളെ വിളിക്കൂടാ. മാധവ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല കല്യാണം എപ്പോഴാ? കല്യാണോ? ആരുടെ? നിന്റെ സിദ്ധിയുടെ വേറെ ആരുടെ? അങ്ങനെല്ലാം പറഞ്ഞു. ദൈവമേ, ഈ അച്ഛനെ കൊണ്ട്. എനിക്ക് പണ്ടേ അറിയാം നിങ്ങളുടെ തമ്മിൽ അത് ചുറ്റിക്കളി ഉണ്ടായിരുന്നു. എനിക്കും ഇവനന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളെ എവിടെ കണ്ടിട്ടുണ്ടെന്നൊക്കെ. അത് പറഞ്ഞപ്പോഴാ നീ അവളെ എവിടെ വെച്ചാ കണ്ടിരിക്കുന്നത്? അവള് മുംബൈ വിട്ട് ഇതുവരെ എവിടെയും പോയിട്ടില്ല. ഈവൻ കേരളത്തിൽ പോലും വന്നിട്ടില്ല. അത് പിന്നെ പോരട്ടെ, പറയാ അങ്ങോട്ട്. എടാ സിദ്ധി, എടുക്ക സിദ്ധി. മാധവ്, എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. മാധവ്, ക്യാൻ വി മീറ്റ് ടുഡേ ഈവനിങ് മറൈൻ ഡ്രൈവിൽ വെച്ച്? സിദ്ധി, ഞാനിപ്പോ കേരളത്തിലാ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ ദെൻ. ഞാൻ വാട്സപ്പിൽ ഒരു സാധനം അയക്കാം, മാധവ് നോക്കണം. ഓക്കെ ബൈ. എന്താണ് പറഞ്ഞേ? എന്തോ ഇമ്പോർട്ടന്റ് കാര്യം പറയണമെന്നാ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോ കേരളത്തിലായില്ലേ, സോള് വാട്സപ്പിൽ എന്തോ അയക്കാന്ന് പറഞ്ഞു. നോക്കട്ടെ. മാധവ്, മാധവ് എന്താ ഇങ്ങ് കാണിച്ചേ നോക്കട്ടെ. സിദ്ധിയുടെ വെഡിങ്? ഇതെന്തു പറ്റി? എല്ലാം ഇങ്ങനെ ഇരിക്കുന്ന? അങ്കിൾ ഇത് നോക്ക്.
സിദ്ധിമോളുടെ കല്യാണോ? മാധവ്, അവളുടെ കല്യാണം ആയിട്ടില്ല. നിനക്ക് ഇനിയും പറയാൻ സമയമുണ്ട്. പാത്രത്തിന്റെയും ഇവന്റെയും കാര്യം എങ്ങനെയായിരുന്നു? എല്ലാം കല്യാണത്തിന് തലേ ദിവസമല്ലേ എല്ലാം ശരിയാക്കിയത്? യെസ്, കിഡ്നാപ്പിംഗ് മിഷൻ 2. നോ, നമ്മൾ നിവിനെ കിഡ്നാപ്പ് ചെയ്തു. ബിക്കോസ് നമുക്ക് അറിയായിരുന്നു ഫിദയ്ക്ക് അവന് ഫിദയെ ഇഷ്ടമാണെന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. വാട്ട് ഇഫ് ഷീ ഈസ് ഹാപ്പി? വാട്ട് ഇഫ് ഷീ ചോസ് ദിസ്? ആൻഡ് നമ്മൾ അവിടെ പോയി അവളുടെ ലൈഫ് ഇല്ലാതാക്കണോ? നോ, എന്നെ കൊണ്ട് പറ്റില്ല. അതിനിപ്പോ ഇവിടെ ആരും കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നില്ല. നീ അവിടെ പോകുന്നു, അവളോട് പറയുന്നു. സ്ഥിതിയുടെ ആൻസർ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും. അച്ഛാ, അത് പിന്നെ നോ. മാധവ്, മതി. വി ആർ ഗോയിങ് ടു മുംബൈ. എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും, അത്ര തന്നെ. ഇപ്രാവശ്യം ഞാനും വരും. എനിക്കും കാണണം എന്റെ സിദ്ധിമോളെ. അച്ഛാ, ഒന്നും മിണ്ടണ്ട. ഇവിടാണോ അച്ഛനമ്മ താമസിക്കുന്നത്? ഇവിടെ നല്ല രസമുണ്ട്. നമ്മുടെ കേരളം പോലെയല്ല. അതുകൊണ്ടല്ലേ ഞാൻ വരുമ്പോ എന്റെ കൂടെ വരാൻ പറയുന്നേ. അപ്പൊ കേക്കത്തുമില്ല. കേരളത്തിനും കെട്ടി പിടിച്ചിരുന്നോണം. ഓ, എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്കും മടുക്കും. കേരളത്തിലെ പോലെ സന്തോഷവും സമാധാനമൊന്നും എവിടെ പോയാലും കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കേരളത്തിൽ തന്നെ ഇരുന്നോളാം. ഓ ശരി സാർ. അല്ല ഗൈസ്, ഇവിടെ വന്നിട്ട് ചുമ്മാ ഇരിക്കാനാണോ? വല്ല പ്ലാനും ഇടുന്നുണ്ടോ? എന്തെങ്കിലും പ്ലാൻ ഇടണം. ഒന്നും നടന്നില്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യും. അല്ല പിന്നെ. അപേക്ഷണം, നിനക്ക് കിഡ്നാപ്പിംഗ് അല്ലാതെ വേറൊരു പ്ലാനും നിന്റെ തലയിൽ വെച്ചില്ലേ? ഓ, എന്നാ പിന്നെ നീ അങ്ങ് പറയ്. ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും അറിയില്ല. നീ ഈ കിഡ്നാപ്പിംഗ് അല്ലാതെ വേറെ വല്ലതും പറയും. നമുക്ക് എന്താന്ന് വെച്ചാൽ അതും കൂടെ നോക്കാം. ആരൊന്നും ചെയ്യണ്ട. ഞാൻ തന്നെ സിദ്ധി പോയി കണ്ടോളാം. ഒറ്റയ്ക്കോ? മാധവ്, അത് റിസ്ക് ആണ്. ഈ കാര്യത്തിന് റിസ്ക് എടുത്തില്ലെങ്കിൽ ഞാൻ വേറെ ഏത് കാര്യത്തിനാണ് റിസ്ക് എടുക്കേണ്ടത്? നീ പറഞ്ഞത് ശരിയാ. ചെല്ല, ഒറ്റയ്ക്ക് ചെല്ല. അച്ഛാ, അച്ഛനമ്മ ചെല്ല. സിദ്ധിമോളോട് എല്ലാം പറയണം. കൂടെ അച്ഛനെ കാണാൻ തോന്നുന്നുണ്ടെന്നും കൂടെ പറയണം. ഇവിടെയുള്ള ഒരു ഡെക്കറേഷൻസും കൊള്ളില്ല. ഇതെന്തൊരു കഷ്ടമാ. കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇതേ കണക്ക തന്നെ, ഒന്നിനും കൊള്ളത്തില്ല. ആന്റി, യാ, സിദ്ധിയുടെ റൂം. സിദ്ധിയോ? സിദ്ധി റൂമിലൊന്നും ഇല്ല. സിദ്ധി അവിടെ മെഹന്തി ഇട്ടോണ്ടിരിക്കുക. മേലെ ചെന്ന് നോക്കാം, അവിടെ എവിടെ ഉണ്ട്. താങ്ക് യു. ഓ ശരി. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സിദ്ധി, മാധവ്, മാധവ് എന്താ ഇവിടെ? സിദ്ധി, മാധവ്, മാധവ്, നീ എങ്ങനെ അകത്ത് കയറി? നിന്നെ ഇവിടെ ആരെയും കണ്ട പ്രശ്നമാവും. എന്നെ കണ്ട ഇവിടെ എന്താ പ്രശ്നമാവാനാ? അത് പിന്നെ മാധവ്, നിവന്റെ കാര്യത്തിന്. I don't care about that, സിദ്ധി. എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. മാധവ്, ഞാൻ പറയുന്നത് കേക്ക്. നീ ഇപ്പോ റൂം നമ്പർ 123 പോയി നിൽക്ക. ഡോർ ലോക്ക് ചെയ്യണം. ഞാനല്ലാതെ വേറെ ആരും വന്ന് വിളിച്ചാലും തുറക്കരുത്. ഓക്കെ, പ്ലീസ്. സിദ്ധി, മാധവ്, പ്ലീസ് ചെല. ഞാൻ അങ്ങോട്ട് വരാം.
രേഖ? ആ എന്താ? അന്ന് കഴിഞ്ഞ കല്യാണത്തിന്റെ അപ്പോ നിവിനെ കുറെ പേര് വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞില്ലേ? ആ, അതിലെ ഒരു പയ്യൻ, അവനെ ഞാൻ ഇവിടെ കണ്ടു. അവൻ എന്നോട് സംസാരിച്ചിരുന്നു. ഏത് പയ്യൻ? അവനെന്താ പറഞ്ഞേ? ഏത് പയ്യാന്ന് ചോദിച്ചാ എനിക്ക് അവന്റെ പേരൊന്നും അറിയില്ല. എന്തായാലും ആ 3 പേരിൽ ഒരാളാ, അതെനിക്ക് ഉറപ്പാ. അവൻ വന്ന് എന്നോട് സിദ്ധി എവിടെയാന്ന് ചോദിച്ചു. ഞാൻ അവിടെ മേലെ ഫ്ലോറിലുണ്ടെന്ന് പറഞ്ഞു. Nonsense. സിദ്ധി, എവിടേക്കാ? റൂമിലോട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനും വരുന്നുണ്ട് കൂടെ. ഇറ്റ്സ് ഓക്കെ, ഞാൻ പോയിക്കോളാം. ഞാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞത്, വരട്ടെ എന്ന് ചോദിച്ചതല്ല. മാധവ് റൂമിലാണല്ലോ. ഇപ്പൊ എന്ത് ചെയ്യാം? ഹലോ മധു, നിവിന, നീ ഇപ്പോ എവിടെയാ? നിവിൻ, ഞാൻ അകത്താ. ഞാൻ സിദ്ധിയെ കണ്ടു. അവളോട് സംസാരിക്കാൻ പോവാൻ നിൽക്കുക. വേണ്ട മധു, നീ പെട്ടെന്ന് പുറത്തു വാ. ഞാൻ ഗേറ്റിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. നിവിൻ, അവളിപ്പോ വരും. ഞാൻ അവളെ വന്നിട്ട്. നോ മധു, പറയുന്നത് കേക്ക്. പുറത്ത് വാ. വരാം. സിദ്ധി വന്ന എന്ത് ചെയ്യും? God. മാധവല്ലാത്ത നിവിൻ, എന്താ? പറയാം. ഹോസ്പിറ്റൽ? ഇവിടെ എന്തിനാ വന്നേ? മധവ്, പറയാം. നീ വാ. ഇഷാൻ, അബേ, എന്താ കാര്യം? അച്ഛൻ എവിടെ? അച്ഛൻ എവിടെ? ആരെങ്കിലും ഒന്ന് പറയേ. അതെ, പറയേ. എന്റെ അച്ഛൻ എന്താ? അച്ഛന് അച്ചാക്ക് എന്തൊക്കെയാ പറയുന്നത്? എന്റെ അച്ഛൻ എവിടെ? അകത്തുണ്ട്. അച്ഛ, 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 അച്ഛ. ഇഷാൻ, അച്ഛനെന്താ വിളിക്കാത്ത? മാധവ്, അച്ഛൻ നമ്മളെ വിട്ട് പോയടാ. ഇല്ല, ഇവര് അച്ഛനെ പറ്റിക്കുക. ഇല്ല, നോ, അച്ഛ, ഇല്ല, ഇല്ല, അച്ഛൻ കളിപ്പിക്കുക. അച്ഛൻ, അച്ഛ. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ജീവിത പാതകളിൽ ഇനി എന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ? പുണ്യം പുലർന്നിടുമോ? ഇന്നലെ
കാവിൻ്റെ മുറ്റത്തെ മുല്ല പോലൊറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ, ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നന്നായി ഫുഡ് കഴിക്കണം, നന്നായി ഉറങ്ങണം, കേട്ടല്ലോ? എന്റെ അച്ഛ, ഞാൻ എപ്പോഴും കേൾക്കുന്നല്ലേ ഇത്. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്കറിയാം. ഓക്കെ? നീ എത്ര വലുതായാലോ ഈ അച്ഛൻ നീ കുട്ടിയെ തന്നെ, കേട്ടോ? രണ്ടു വർഷമായി അച്ഛൻ മരിച്ചിട്ട്. അച്ഛൻ ഇനി ഇല്ല എന്ന സത്യം മാധവ് പതിയെ പതിയെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നെങ്കിലും മാധവ് മാത്രം ഇന്നും ചില ഓർമ്മകൾ കുടുങ്ങി കിടക്കുകയായിരുന്നു. ആ വീട്ടിലെ ഓരോ കോണിലും അവൻ അച്ഛനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ചായക്കപ്പിലും അടുക്കളയിലെ പാത്രങ്ങളിലും ഒഴിഞ്ഞ കസേരയിലും, എന്തിന് അച്ഛൻ ഉപയോഗിച്ചിരുന്ന എല്ലാ വസ്തുവിലും അവനെ അച്ഛനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. മാധവ് വീട്ടിൽ നിന്നായിരുന്നു ജോലി തുടർന്നിരുന്നത്. അച്ഛന്റെ മരണശേഷം ആ മുംബൈയിലോട്ട് തിരിച്ചു പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തനിച്ചാക്കാതിരിക്കാനും തകർന്നു പോകാതിരിക്കാനും എന്തിനും ഒപ്പം ഉണ്ടായിരുന്നു അവന്റെ കൂട്ടുകാർ. സന്തോഷത്തിലും തകർച്ചകളിലും അവനെ വീണ്ടും വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു കുറവും തോന്നിക്കാതെ, അച്ഛനില്ലെന്ന കുറവ് അവനെ അറിയിക്കാതെ, ഒരു നിശബ്ദതയെ പോലെ അവനെ വിഴുങ്ങാൻ അനുവദിക്കാതെ അവരെപ്പോഴും അവന്റെ കൂടെ തന്നെ നിന്നു. മാധവ്, നിനക്ക് ഇങ്ങനെ ഇരുന്നാ മതി മാധവ്. ഈ 4 ചുമരിന്റെ ഉള്ളില്, ഈ സ്ക്രീനിന്റെ മുന്നില് 2 വർഷമായില്ലേ ഒരേ ഇരിപ്പ്. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണ്ടേ? മുംബൈ മിസ് ചെയ്യുന്നില്ലേ നിനക്ക്? എനിക്ക് എവിടെയും പോകാൻ തോന്നുന്നില്ല. ഇല്ല, ഈ വീട്ടിനകത്തിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. 2 വർഷമായി ഈ ഇരിപ്പിരിക്കുന്നു. ഇനി അത് വേണ്ട. നിവിൻ, അത് പിന്നെ മാധവ്, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ എന്താ മുംബൈ പോകാൻ മടിക്കുന്നതെന്ന്. സിദ്ധിയുടെ കാര്യം ഓർത്താണെങ്കിൽ നിനക്ക് ട്രാൻസ്ഫർ വാങ്ങാം, ബാംഗ്ലൂരിലോട്ടോ കൊച്ചിയിലോട്ടോ. എന്തിനാ ഇവിടെ തന്നെ? എന്തിനാ നീ നിന്നെ തന്നെ അടച്ചു കൂട്ടിയിരിക്കുന്നത്? എനിക്ക് മുംബൈ പോകാൻ മടിയൊന്നുമില്ല. അവിടെ വെച്ച് 2 പേരും നഷ്ടമായെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ ഒരുപാട് ഹാപ്പി ആക്കിയ സിറ്റിയാ. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഞാൻ പോയിക്കോളാം. അച്ഛാ, ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോവാൻ. എങ്കിലും അച്ഛൻ്റെ ഓർമ്മകൾ എന്നെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. കൂട്ടത്തില് സത്യം എനിക്കറിയില്ല അച്ഛാ. ഇനി എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തമില്ല. अरे तू आ गए? कहाँ थे इतने दिन? എവിടെയായിരുന്നു? നാട്ടില്. സുഖാണോ? സിദ്ധിക്ക് സുഖാണോ? സുഖാണ്. മാരേജ് കഴിഞ്ഞു. നല്ല മനുഷ്യനാ, എന്നെ നന്നായി നോക്കുന്നുണ്ട്.
എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നുണ്ട്. Such a gentleman. ഓ, ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. നാളെ ഞാൻ മധു, നമുക്ക് നാളെ ഇത് സമയത്ത് കിടക്കണ്ടല്ലോ. ഓക്കെ. മധു നേരത്തെ വന്നോ? ഏയ്, 5 minutes ആയതുള്ളൂ. ഓക്കെ. ഇന്നെന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. തീർന്നു. തീർന്നു. മധു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. അന്ന് the day before marriage, അന്ന് എന്തിനാ എന്നെ കാണാൻ വന്നത്? എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ ഒന്നും പറയാതെ പോയത്? ഞാൻ നിനക്ക് വേണ്ടിയായിരുന്നു അന്ന് അവിടെ വന്നത്. പക്ഷെ അച്ഛൻ എന്ത് പറ്റി? അച്ഛന് നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു. മരിക്കുന്നതിന് മുന്നേ പറഞ്ഞ ഒരാഗ്രഹമായിരുന്നു അച്ഛൻ്റെ സിദ്ധിമോളെ കാണണമെന്ന്. എനിക്ക് അറിയില്ലായിരുന്നു അത്. സോറി. അച്ഛനെ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹം. എന്നെ അത്രയും സന്തോഷിപ്പിച്ചിട്ടുണ്ട് എന്റെ അച്ഛന് ശേഷം. എന്നെ അത്രയും സ്നേഹിച്ച വേറൊരു മനുഷ്യനാണ് മാധവന്റെ അച്ഛൻ. എന്റെ സ്വന്തം അച്ഛനെ പോലെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എനിക്കും അറിയില്ലായിരുന്നു ഒന്നും. മാധവ് അവിടുന്ന് പോയ ശേഷം ഞാൻ ഒരുപാട് തവണ വിളിച്ചു. കോൾ എടുക്കാതായപ്പോ പിന്നെ ശല്യം ചെയ്യണമെന്ന് വിചാരിച്ചു. അതിനുശേഷം കുറെ വിളിച്ചായിരുന്നു, കോൾ എടുത്തില്ല. ഞാൻ അച്ഛൻ്റെ അടുത്തായിരുന്നു. സിദ്ധിയുടെ കോള് ഞാൻ കണ്ടില്ലായിരുന്നു. മധു ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല. എന്ത് പറയാനാ അന്ന് വന്നത്? അതൊന്നുമല്ല. എനിക്ക് മാരേജിന് വരാൻ പറ്റില്ലായിരുന്നു. സോ ഞാൻ അതുകൊണ്ട് അന്ന് വന്നതാ. വേറൊന്നുമില്ല. വേറൊന്നുമില്ലായിരുന്നു. സിദ്ധി, ഞാൻ പോവാ. പിന്നെ കാണാം. ഇത് വന്ന് ചോദിച്ചിട്ട് എന്തിനാ? ഞാൻ എന്ത് പറയാനോ? പോയിലൂടി അതെന്തിനാ അവൾ അങ്ങനെ ചോദിച്ച?
എന്തിനാ നീ അങ്ങനെ ചോദിച്ച? എന്തിനാ വേറൊന്നുമില്ലെന്ന് ചോദിച്ച? പറയടി, എന്താ, എന്തിനാ അങ്ങനെ ചോദിച്ച? എന്നെ കൊണ്ടുപോകാൻ വന്നതാന്ന് ഓർത്തു, അതങ്ങനെ ചോദിച്ചു. എന്തിനാ ഞാൻ കൊണ്ടുപോകുന്നു തുടങ്ങി പറയും. നിനക്കെന്നെ ഇഷ്ടം ഓർത്തു. അങ്ങനെ വിളിക്കാൻ വന്നാ നീ കൂടെ വരാൻ നിൽക്കുമായിരുന്നോ? പക്ഷെ വന്നില്ലല്ലോ. വരാത്തത് എന്താന്ന് ഇപ്പോഴല്ല അറിഞ്ഞ്. നീ പോയെന്നാ ഓർത്ത്. അതുകൊണ്ടല്ലേ ഈ 2 വർഷം ഞാൻ കടിച്ചു തൂങ്ങി നിന്ന്. പക്ഷെ ആള് നല്ലതായിരുന്നു, എന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് എന്നിവനെ കാണാന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചപ്പോ ഒന്നും മിണ്ടുന്നില്ല. നീ ഒന്നുമില്ലെന്ന് പറയുന്നു. ഏടി ഒന്നും മിണ്ടാതിരുന്ന കഴുത്ത് കിടന്ന താലി ഞാൻ അഴിച്ചു മാറ്റി. ഇനി എനിക്കെന്തിനത്? Thank you, Arna, for understanding everything, for handling the divorce so peacefully. I know this wasn't easy for you either, but Hey, it's okay, Siddhi. Honestly, staying in a marriage without love would have hurt us more. I'm sorry things turned out like this. Don't be. You were dishonest before it was too late. You know, sometimes letting go is kinder than pretending everything is okay. You still treated me with so much respect after everything. Because you were never a bad person, Siddhi. Just someone whose heart belongs somewhere else. Right now, you deserve someone who can love you completely. Maybe. And you deserve a life where you don't have to force your heart anymore. Take care of yourself, Siddhi. I hope you do too. Goodbye. Goodbye. ഡിവോഴ്സിന്റെ കേസ് ഇന്നത്തോടെ അവസാനിച്ച്. എല്ലാം തീർന്നാടി ഓർത്ത്. ഇതങ്ങനെ കംപ്ലീറ്റഡ് ആയി പോകുന്ന ഓർത്ത്. ഇതിപ്പോ നീ ആയിട്ട് എന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഞാൻ എന്താ പറയണ്ടേ? പറയാ എന്താ എന്നോട് പറയാനുള്ള? എനിക്ക് നിന്നെ ഇഷ്ടാവുന്ന എന്റെ കൂടെ പോരുന്നോ? കിഡ്നാപ്പ് ചെയ്യാൻ ആൾക്കാരൊന്നും കൊണ്ടുവരുന്നില്ലേ? നിന്നെ കൊണ്ടുപോകാൻ ഞാൻ മാത്രം പോരാ. എടാ എടാ എടാ, ഇതൊക്കെ എപ്പോ? അവിടെ കല്യാണം കഴിഞ്ഞല്ലേ പറഞ്ഞേ? ഇവിടെ എന്താ എന്താ എന്താ? എടാ, ഇവന്റെ കല്യാണം കഴിഞ്ഞെന്ന്. സോറി, ഇവര് സെറ്റായെന്ന്. എവിടെ എവിടെ? എടാ ഞാൻ നോക്കട്ടെ. സിദ്ധി, അയ്യോ സുഖാണ് എന്റെ കൊച്ചിന്. അല്ല ആന്റി തള എന്താ പറയുന്നു? ഈനോ ആ തളയെ പിടിച്ച് ജയിലിലാക്കി എന്റെ ഭർത്താവ്. ഐ മീൻ ഞാൻ മുമ്പ് കല്യാണം കഴിച്ചാണ്, ഡിവോഴ്സ്ഡ് ആക്കി ഇപ്പോ. എന്റെ ഭഗവാനെ, ഇപ്പോഴാ ഒന്ന് സമാധാനായ. സിദ്ധി, ഹായ്. I'm so happy for you guys. എല്ലാരും മാറിക്കെ മാറിക്കെ. എടാ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്ര കാലസ്ഥിതിക്ക് നീ അന്ന് പറഞ്ഞില്ലേ നീ ഇവിടെ എവിടെ കണ്ടിട്ടുണ്ടെന്ന്? അതെവിടാ? അതുകൂടെ പറ, എനിക്കൊരു സമാധാനം ഇല്ലെന്നേ. അതോ
അത് ആ എന്നെ നേരത്തെ കണ്ടിട്ടുണ്ടോ? അച്ഛാ, എന്റെ റൂമിലെ ഷവർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അയ്യോ, അതിന്റെ കാര്യം ഞാനങ്ങ് മറന്നു. ഒരാഴ്ച ഏതൊന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. മോനെ, നീ ആ പ്ലംബർ രാജത്തിന്ന് വിളിച്ചടാ. ആ ശരി, നമ്പർ പറഞ്ഞേ. 99993720204167 ഓക്കെ. മോനെ, നിന്റെ ഫോണിൽ നിന്ന് വിളിക്കണേ, എന്റെ ഫോണിൽ ചാർജ് ഇല്ല. ഹലോ 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 മാധവ്, മാധവ്, ഇവനെന്താടാ അനങ്ങാത്തെ? മാധവ്. അങ്ങനെ നമ്പർ മാറി നിന്നെ വിളിച്ചതാ. അതാണേല് അറിയാതെ വീഡിയോ കോളും ആയിപ്പോയി. അപ്പൊ ഞാൻ നിന്റെ ആ കണ്ണുകളും ചിരിയും അങ്ങനെ അങ്ങനെ കുറച്ച് മാത്രമേ കണ്ടിരുന്നുള്ളൂ. പക്ഷെ ക്യാച്ച് ചെയ്യായിരുന്നു. ഓ, വെറുതെ അല്ല, നമ്മള് കാര്യം പറയാൻ ചെല്ലാൻ നേരത്തെ ഇവനെ അന്തം വിട്ട കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുമായിരുന്നു. ഓർക്കുന്നുണ്ടോ? ആ ഞാൻ ഓർക്കുന്നു. അമ്പട കള്ള. മാധവ്, എനിക്ക് ചായ വാങ്ങിച്ചു തരും. ഇതിനൊരു കുറവ് വന്നിട്ടില്ലല്ലോ. ഇരിക്കെ, വാങ്ങിച്ചു തരാം. இது சொர்க்கமா நரகமா சொல்லடி உள்ளபடி நான் வாழ்வதும் விடை கொண்டு போவதும் உன் வார்த்தையில் உள்ளதடி. என்னவளே அடி என்னவளே, அந்த இதயத்தை தொலைத்து விட்டே. எந்த இடம் அது தொலைந்த இடம், அந்த இடத்தையும் மறந்து விட்டே. உந்தன் கால் கொலசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே. காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே. எந்தன் கழுத்து வரை என்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றே. என்னவளே அடி என்னவளே.